ഗുഡ് ഈവനിങ് ടു ഓൾ. ഇന്ന് നമ്മളിപ്പോൾ മീറ്റിംഗ് വെച്ചത് കുറേ പേർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു കൺഫ്യൂഷൻസ് കുറേ ഉണ്ട്. അതായത് ഈ ഒരു സെഷൻ എന്താണ് ആക്ച്വലി വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പം ഒരുപാട് സെഷൻസ് നമ്മൾ ഇൻക്ലൂഡഡ് ആണ്. സമ്മർ ക്യാമ്പ്, പിന്നെ കരിയർ ഗൈഡൻസ്, അതുപോലെ പല സെഷൻസും ഇതിലുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഡോക്ടർ TPS തന്നെ കിട്ടുമ്പം അവർക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. അപ്പൊ എന്നോട് ഇപ്പൊ ഓരോരാള് വിളിക്കുമ്പോഴും പല പല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ചോദിക്കുന്നതിൽ കുറച്ച് ചോദ്യം എന്നോട് ചോദിക്കുക, അപ്പോഴല്ലേ പറയുള്ളൂ. യെസ്, അതെ. ഇതിന്റെ ഒരു കണ്ടന്റ് എന്തായിരിക്കും, പിന്നെ എങ്ങനെയാണ് എല്ലാം സമ്മർ ക്യാമ്പ് ആയാലും ഇതൊക്കെ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുക, അങ്ങനെ കുറെ ക്ലാരിഫിക്കേഷൻസ് ഉണ്ട്. അല്ല, ഒരുമിച്ച് കൊണ്ടുപോകുന്നത് അവരല്ലല്ലോ, കൊണ്ടുപോകുന്നത് നമ്മളല്ലേ. അവരുടെ പ്രശ്നം എന്താണെന്നാ പറയുന്നത് ചോദിക്കുന്നത്. അപ്പൊ അത് എന്താണ് ഈ ആക്ച്വലി ഈ ഒരു വർക്ക്ഷോപ്പിൽ എന്താണ് നമ്മളെ എന്താണ് ഇതിലേക്ക് ഡെലിവർ ചെയ്യാൻ മീൻ ചെയ്യുന്നതെന്ന് അവർക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. ഡോക്ടർ TPSന്റെ ഭാഗത്ത് തന്നെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ. അല്ല, ഈ സാധാരണഗതിയിൽ നമ്മുടെ സ്കൂൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ ടീച്ചേഴ്സ് വരും, അവരവരുടെ സിലബസിലുള്ള കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ NCERTയോ ആരെങ്കിലും ഒക്കെ തന്നിട്ടുള്ള കുറെ സംഭവങ്ങൾ അതുപോലെ ഡെലിവറി ചെയ്യും. അത്തരം ഡെലിവറബിൾസ് കൊണ്ട് വലിയൊരു ഗുണമൊന്നുമില്ല, എഡ്യൂക്കേഷനിൽ വലിയ മാറ്റമൊന്നും വരുത്താൻ സാധിച്ചിട്ടില്ല. കുട്ടികൾ പലരും നന്നാവാത്തത് എന്തുകൊണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത്തരം ക്രിയേറ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നടക്കാത്തതുകൊണ്ടാണ്. പണ്ട് കാലത്തെ ഗുരുകുല സമ്പ്രദായങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ള സ്ഥലത്താണ് കൃഷ്ണനും കുചേലനും ഒക്കെ വളർന്നത്. അതുപോലെ തന്നെയാണ് രാമനും. ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ വെച്ചിട്ടാണ് ഇപ്പം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വളരെ ഇൻഫോർമൽ ആവണം 7ാം ക്ലാസ് വരെ എന്ന് പറയുന്നത്. 7ാം ക്ലാസ് വരെയെങ്കിലും ഇൻഫോർമൽ എഡ്യൂക്കേഷൻ വേണമെന്നാണ്. കാരണം 7ാം ക്ലാസ് വരെയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സ്കിൽ ഡെവലപ്മെന്റ് ആണ്. ജനങ്ങളുമായിട്ട് ഇടപെടാൻ, പരിചയപ്പെടാൻ, സംസാരിക്കാൻ. ഈ ഗൂഗിൾ മീറ്റ് തുടങ്ങിയപ്പോഴും ഞാൻ സംസാരിച്ച് തുടങ്ങിയിട്ടും ബാക്കിയുള്ളവർക്ക് ഒരു 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 ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ. നമ്മളൊരു ഗൂഗിൾ മീറ്റിൽ ചേരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് വീഡിയോ ഓൺ ആക്കുക. നമ്മളൊരാളുടെ വീട്ടിൽ പോകുന്ന പോലെയാണ്. എന്തുകൊണ്ടാണ് നമുക്കതില്ലാത്തത്? ശീലമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ഒരു മില്യൺസ് ഓഫ് ടീച്ചേഴ്സ്, 10 ലക്ഷത്തിലധികം കുട്ടികളെയും ടീച്ചേഴ്സിനെയും കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ ഗൂഗിളിൽ എന്താ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കുമ്പോൾ ആർക്കൊന്നും ചോദിക്കാനില്ല. സ്കൂളിൽ പോയിട്ട് ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, സംശയമുണ്ടോ? ഒന്നും ചോദിക്കാനില്ല. അത്യാവശ്യമായിട്ട് വേണ്ടത് അറിയാനുള്ള ആഗ്രഹമാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് ജന്മം കൊണ്ട് കിട്ടിയിട്ടുള്ളത്. ഏത് കുട്ടിയും ജനിച്ചു വീണ ഉടനെ എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ അതെടുത്തിട്ട് ഇതെന്താണ്, മറ്റേതെന്താണ്, ഓരോ സാധനം എടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്ന് കുറച്ച് കവിഞ്ഞ് കൂടുതൽ ചോദിക്കാനുള്ള കഴിവുണ്ടാകുമ്പോഴാണ് വിദ്യാഭ്യാസവും വിവരവും ഉണ്ടാവുക. നമ്മുടെ ഇന്നത്തെ സ്കൂൾ സമ്പ്രദായം അനുസരിച്ചിട്ട് നമ്മൾ ആരോടും ഒന്നും ചോദിക്കാൻ പാടില്ല. ടീച്ചേഴ്സ് എന്തോ പറയും, അവരെന്തോ പറഞ്ഞു തരും, അത് അതേപോലെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയെടുക്കുക, എന്നിട്ട് അതുപോലെ പ്രൊഡ്യൂസ് ചെയ്യുക. ഒരു 10 സാധനം കാണിച്ചിട്ട് അതിൻ്റെ പേര് പഠിക്കുക. ആ പഠിക്കുന്നത് നമ്മൾ നിത്യമായിട്ട് കാണുന്നതാണെന്നൊന്നുമില്ല. എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള സാധനം പറഞ്ഞാലും ഒക്കെ മതി നമുക്ക്. പക്ഷെ അതല്ല പണ്ടുണ്ടായിരുന്ന വിദ്യാഭ്യാസവും വിദ്യാഭ്യാസത്തിന്റെ ഇന്നത്തെ ആവശ്യവും. ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിന് പോയാലും അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളാണ്. അത് ക്രിയേറ്റിവിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഡാറ്റ അനാലിസിസ്, ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, ഇത്തരം കുറേ കോഴ്സുകളാണ്, ഇത്തരം കുറേ സംഭവങ്ങളാണ് പരീക്ഷകൾക്ക് ചോദിക്കുക. അത് ഏത് കോമ്പറ്റീറ്റീവ് എക്സാം, സിവിൽ സർവീസ് ആയാലും പിന്നെ MNC കമ്പനികളിലായാലും UGC നെറ്റ് മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് UGC പരീക്ഷയ്ക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്തും ഞാൻ മട്ടന്നൂരൊക്കെ വന്നിട്ട് മട്ടന്നൂർ NSS കോളേജിൽ പണ്ട് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. എത്രയോ 17 കൊല്ലം ഇതന്നെ പഠിപ്പിക്കുക എല്ലായിടത്തും. ഇപ്പോൾ മറ്റന്നാൾ, ഇന്നിപ്പോൾ 22-ാം, 23, 24-ാം തീയതി SR യൂണിവേഴ്സിറ്റി വാറങ്കലില് ഇന്ത്യൻ നോളജ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഓഫറിംഗ് ടു ദ ന്യൂ എഡ്യൂക്കേഷൻ ഇൻ ദ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ലെവലില് എന്തുകൊണ്ടാണ് നമ്മുടെ പഴയ വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെയാണ് പുതിയ ജനറേഷൻസിലേക്ക്, പുതിയ ഹയർ എഡ്യൂക്കേഷനിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതിന് ക്ലാസ് എടുക്കേണ്ടത്. അതൊക്കെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ പ്രാബല്യത്തിൽ വരുത്താനുള്ള മാർഗമാണ്. എന്താ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നത്? അറ്റ്ലീസ്റ്റ് 7ാം ക്ലാസ് വരെ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആവണം.
നമ്മുടെ പ്രായത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്നെക്കാളും പ്രായം കൂടിയതും പ്രായം കുറഞ്ഞതുമായിട്ടുള്ള കുറേ പേര് എൻ്റെ വീട്ടിലുണ്ട്. അവരുമൊക്കെ ആയിട്ട് ഇടപഴകുക, എൻ്റെ കസിൻ ബ്രദേഴ്സും ഒക്കെ ആയിട്ട് കളിക്കാനുള്ള കുറേ സമയമുണ്ട്. അപ്പോൾ സോഷ്യൽ സ്കിൽ ഡെവലപ്മെന്റ് കുറച്ചുകൂടി മെച്ചമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ന്യൂക്ലിയർ ഫാമിലിയാണ്. അച്ഛനും അമ്മക്കും തിരക്കാണ്. മുത്തശ്ശനും മുത്തശ്ശിമാരൊന്നും വീട്ടിലുണ്ടാവില്ല. അപ്പൊ മിക്കവാറും ആൾക്കാർക്ക് ഇത്തരം കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കണമെങ്കിൽ നമ്മുടെ സ്കൂൾ ആണ് അവർ കുറേ സമയം ചെലവഴിക്കുന്നത്. ഒരു LKG UKG ഗ്രേഡ് 1 ഗ്രേഡ് 2 ഗ്രേഡ് 3 പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും 3ാം ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്കും ആ കുട്ടിക്ക് ഒരു 10 വയസ്സിനടുത്ത് പ്രായമായി ആയിരിക്കാം, 9 വയസ്സായി ആയിരിക്കാം. ആ കുട്ടിയെ ഒരു മാസം കിട്ടിയാൽ നിങ്ങൾ പഠിപ്പിക്കുന്ന ഫുൾ സിലബസ് നന്നായിട്ട് പഠിപ്പിച്ചിട്ട് അവർ ഏത് പരീക്ഷയ്ക്കും പാസ്സാകുന്ന വിധത്തിലാക്കി തരാൻ എനിക്ക് സാധിക്കും. കുറച്ച് ബുദ്ധിയും വിവരമൊക്കെ ഉള്ള കുട്ടിയാണ്. അവരുടെ ഇന്ദ്രിയങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സിലബസ് കൊണ്ടും വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ സെയിം ടിങ്കിൾ ആണ് കുറെ വർഷമായിട്ട് പഠിപ്പിക്കുന്നത്. കുറെ ലണ്ടൻ ബ്രിഡ്ജാണ് ഇപ്പോഴും താഴെ വീഴുന്നത്. എന്തിനാ ഇപ്പോഴും ലണ്ടൻ ബ്രിഡ്ജ് താഴെ വീഴുന്നത് പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. കുറെ കാലമായിട്ട് വീണിട്ട് ഇതുവരെ താഴെ എത്തിയിട്ടുമില്ല. ഇങ്ങനെ എത്താത്ത ബ്രിഡ്ജ്, കനമില്ലാത്ത ബ്രിഡ്ജിനെ കുറിച്ച് എന്തിനാ നമ്മൾ പഠിപ്പിക്കണേ? ഏതോ ഒരു ബ്രിട്ടീഷുകാരി ഏതോ കാലത്ത് എഴുതിയിട്ടുള്ള കവിതയാണ് ഇപ്പോഴും മട്ടന്നൂരിലുള്ള പിള്ളേരടക്കം പഠിക്കേണ്ടത്. എന്തിനാ അത് പഠിക്കണേ? ഇഷ്ടംപോലെ കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയുണ്ട്, നാടൻ കവിതകളുണ്ട്. ആ ഒരു കവിത എടുത്തിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇപ്പൊ ഇന്ന് എൻ്റെ യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ വെസ്റ്റ് ബംഗാളിൽ പോയ സമയത്ത് ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാറിനെ എടുത്തോളൂ, അതിനെ ബംഗാളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ പഠിപ്പിക്കുമ്പോഴാണ് കുട്ടികൾ എഴുത്തുകാരായി മാറുന്ന ആളെ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പഴയ കവികളൊക്കെ ചെയ്തിരുന്നത്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ട്രാൻസ്ലേഷൻ ഭഗവത്ഗീത ഫുൾ എൻ്റെ യൂട്യൂബിലുണ്ട്. അത് കേൾക്കുമ്പോഴാണ് സംസ്കൃതവും മലയാളവും പഠിക്കുക. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളുടെ ചെറിയ പ്രായം മുതൽ ചോദിക്കാനുള്ള കഴിവുണ്ടാവണം, ഇന്റർപേഴ്സണൽ സ്കിൽ ഉണ്ടാവണം, ലാംഗ്വേജ് സ്കിൽ ഉണ്ടാവണം. ലാംഗ്വേജ് സ്കില്ലിനാണ് കവിതകൾ പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്ന കവിതകൾ കൊണ്ട് ലാംഗ്വേജ് സ്കിൽ ഉണ്ടാവില്ല. കാരണം അവർക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത കവിതകളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. സങ്കല്പിക്കാൻ സാധിക്കുന്ന കവിതകളാണ് പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് മലയാളം മീഡിയത്തിൽ കൂകു കൂകു തീവണ്ടി എന്നൊക്കെ പറയുമ്പോൾ നാളെ തീവണ്ടി കാണുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും. നാളെ അവര് ലണ്ടൻ ബ്രിഡ്ജ് കാണില്ല. ഞാൻ ലണ്ടൻ ബ്രിഡ്ജ് കണ്ടത് 42 വയസ്സുള്ളപ്പോഴാണ്. ആ സമയത്ത് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട് ലണ്ടൻ ബ്രിഡ്ജിനെ കുറിച്ച്. അത് LKG പഠിച്ചത് കൊണ്ടല്ല, അത് കഴിഞ്ഞിട്ട് ലണ്ടനെ കുറിച്ച് പഠിച്ചുകൊണ്ടാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ കുറെ മാറ്റം വരുത്തണമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും പ്രാബല്യത്തിൽ വരില്ല. കാരണം ആരും തയ്യാറല്ല മാറ്റാൻ. എല്ലാ ദിവസവും ഉണ്ട്. ഇന്നിപ്പം 2 or 3 സ്കൂൾസുമായിട്ട് എൻ്റെ ഡിസ്കഷൻ ഉണ്ട്. കരീം തങ്ങറില് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടുന്ന് ഒരു 200 കിലോമീറ്റർ ഞാൻ ഞായറാഴ്ച ഒരു സ്കൂൾ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അവർക്ക് 4 സ്കൂൾസ് ഉണ്ട്. ഇവരൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പാരന്റ്സിന്റെ അബ്സോർപ്ഷൻ ആണ്. അവർ തയ്യാറല്ല ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇപ്പൊ ചെയ്യുന്ന പണി എന്താ വെച്ചാൽ ഒരു ദിവസമെങ്കിലും എല്ലാ കുട്ടികളെയും മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ അസംബ്ലി പ്രോഗ്രാം പോലെ. അതിനാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആനുവൽ ഡേ എന്ന് പറയുന്ന പ്രോഗ്രാം. എന്തിനാ? കുട്ടികളെ എല്ലാവരെയും കൂടി മിക്സ് ചെയ്യാനാണ്. ആ ആനുവൽ ഡേയിൽ നമ്മൾ എന്താ ചെയ്യുക? LKG കുട്ടികളുടെ ഒരു ഷോ, 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഒരു ഷോ. അവരൊരിക്കലും മിക്സ് ചെയ്യാറില്ല. നമ്മളൊന്നും ഡ്രാമ അഭിനയിച്ച കാലത്ത് അങ്ങനെയല്ല. ഡ്രാമ അഭിനയിക്കുമ്പോഴാണ് കുറേ ആൾക്കാരുമായിട്ട് പരിചയപ്പെടുക. നമ്മുടെ ക്ലാസ്മേറ്റിന്റെ കൂടെ അല്ല നമ്മൾ ഡ്രാമ അഭിനയിക്കുക. ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും കൂടിയാണ്. അപ്പൊ ആ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഒരു ദിവസമെങ്കിലും ഉണ്ടാവട്ടെ വെച്ചിട്ടാണ് ആനുവൽ ഡേ. അപ്പൊ അതിന് പ്രാക്ടീസിന് വേണ്ടി 10 ദിവസം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഒരു ടീച്ചർ നിൽക്കും, ബാക്കി എല്ലാവരും കൂടി കുറെ എന്തെല്ലോ കളിപ്പിക്കും, പേക്കൂത്ത്, അതെല്ലാം കൂടി ഷോ ചെയ്യും. ഇത് മാറിയിട്ട് കുട്ടികൾ തമ്മിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്തുകൊണ്ട് ഒരു കൾച്ചറൽ ഷോ ഉണ്ടായിക്കൂടാ? നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് സാഹിത്യ സമാജം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഉണ്ടാവണം. ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാവണം. നമ്പർ 1. നമ്പർ 2, ട്യൂഷൻ വളരെ സർവ്വസാധാരണമായിട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം. ഇപ്പൊ ഞാൻ സാധാരണ ചോദിക്കാറുള്ളത്, LKG പോകുമ്പോൾ കുട്ടികൾ ഇരിക്കും, ടീച്ചർ നിൽക്കും. എല്ലാ ചെറിയ കുട്ടികളും ഇരുന്നിട്ട് ടീച്ചർ നിൽക്കുമ്പോൾ ടീച്ചറുടെ ഏത് ഭാഗമാണ് കുട്ടികൾ കാണുക? എന്തൊരു സിസ്റ്റം ആലോചിച്ചു നോക്കി. ഇതൊന്നും ആരും ആലോചിച്ചിട്ടില്ല ഇതുവരെ. ഒരു കുട്ടി ഇരുന്ന് കഴിഞ്ഞാൽ ടീച്ചർ ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ടീച്ചറുടെ ഏത് ഭാഗമാണ് കാണുന്നുണ്ടാവുക? ഇതാണോ കുട്ടികൾ കാണേണ്ടത് രാവിലെ മുതൽ വൈകുന്നേരം വരെ? ഏതെങ്കിലും മുത്തശ്ശിമാര്, അമ്മമ്മമാര്, അച്ചമ്മമാര് മക്കളോട് വർത്തമാനം പറയുമ്പോൾ അവർ നിന്നിട്ട് കുട്ടികളെ ഇരുത്താറുണ്ടോ? അവരിരുന്നിട്ട് കുട്ടികളെ നിർത്തുക ചെയ്യുക.
അപ്പൊ ഈ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മിനിമം വേണ്ടത് ടീച്ചർമാരുടെ മേശയും കസേരയൊക്കെ മാറ്റി അവർ നിൽക്കുന്ന സ്വഭാവം മാറ്റി അവർക്ക് നിലത്ത് അത് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കണം. അത് എങ്ങനെ ഇരിക്കണം എന്നുള്ളതിന്, യോഗാസനത്തിൽ എങ്ങനെ ഇരിക്കണം എന്നുള്ളതിന് ഡോക്ടർ TPS സിറ്റിംഗ് പോസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നോക്കിയാൽ കാണും. ഗർഭസ്ഥ സ്ത്രീകൾ എങ്ങനെ ഇരിക്കണം, സാധാരണ മനുഷ്യന്മാർ, ഇതിനൊക്കെ ഓരോ നിയമമുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് അറിഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ കുട്ടികളെ അവരുമായിട്ട് സംവദിക്കണമെങ്കിൽ അവരുടെ ലെവലിലേക്ക് നമ്മൾ ഇറങ്ങി വരണം. അപ്പൊ ഇപ്പോഴത്തെ ടീച്ചേഴ്സിന് ചിലപ്പോൾ അത് മാറാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ 2 ദിവസത്തെ വർക്ക്ഷോപ്പ് നടത്തുമ്പോൾ ഈ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ, ഇവര് ഫുൾ ടൈം 5 മണിക്കൂർ തന്നെ ഒരാളെ കാണുന്നതിനേക്കാളും ടീച്ചർമാര് ഓരോ മണിക്കൂറിലേക്ക് മാറുക അവർക്കിഷ്ടം. ഈ ഫോർഡ് എന്ന് പറഞ്ഞ ഒരാളാണ് മാനേജ്മെന്റിന്റെ ഏറ്റവും മെക്കാനിക്സ് പഠിച്ചിട്ടുള്ള രചിത്രക്കാർ ഉണ്ടാവും. ഫോർഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ടെക്നോളജി മാനേജ്മെന്റ്. ടെക്നോളജി മാനേജ്മെന്റിൽ ആദ്യം ഫോർഡാണ് പുതിയ ഗവേഷണം കണ്ടുപിടിച്ചത്. ഒരാൾ 8 മണിക്കൂർ പണിയെടുക്കണ്ട, 1 മണിക്കൂർ പണിയെടുത്താൽ മതി. ആ 1 മണിക്കൂറിനുള്ള കൂലി കൊടുക്കുക, അവരെ പറഞ്ഞു വിടുക. അപ്പൊ ഒരു സ്കൂളിൽ 4 ടീച്ചേഴ്സിന് പകരം 12 ടീച്ചേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അവരിടക്കിടക്കേ മാറുക. എന്തിനാ കുറെ പേരെ വരുത്തുന്നത്? ടീച്ചേഴ്സ് വാണ്ടഡ് എന്ന് പറഞ്ഞിട്ട്. അവർക്ക് 2 മണിക്കൂറേ ചെയ്യാൻ പറ്റുള്ളൂ, പാർട്ട് ടൈം ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം, ചെയ്തോ. അവർക്ക് എന്തെങ്കിലും പഠിക്കണം, പഠിച്ചോ. അപ്പൊ അത്തരത്തിലുള്ള കുറേ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ വന്ന് വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ പഠിപ്പിക്കണം. ഒരാൾ ആർട്ടിലായിരിക്കും താല്പര്യം, എനിക്ക് ആർട്ടും ഡാൻസും മ്യൂസിക്കും എല്ലാം കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ആർട്ട് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടാവും, മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടാവും, ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ ഉണ്ടാവും, മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ആളുണ്ടാവും, കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കുന്ന ആളുണ്ടാവും. ഇവരെല്ലാവരും കൂടി ഒരു ക്ലാസ് മുറി എന്ന് പറയുന്നത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വ്യത്യസ്ത ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് കുറേ ആക്ടിവിറ്റികളും കുറേ വർക്ക്ഷോപ്പുകളാണ്. ക്ലാസ് എന്ന് പറയുന്നത് ഒരേ സംഭവം റിപ്പീറ്റ് ചെയ്ത് കുറേ പ്രാവശ്യം പറയിപ്പിക്കലല്ല. അതിന് പകരം ഒരു പ്രാവശ്യം പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവുന്ന വിധത്തിൽ കുട്ടിയെ മാറ്റിയെടുക്കലാണ് വിദ്യാഭ്യാസം. നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസം എന്താണ്? 100 പ്രാവശ്യം പറഞ്ഞിട്ടാണ് നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കുന്നത്. അത് മാറ്റണം. വ്യത്യസ്തമായ തരത്തിൽ, അതിന് വ്യത്യസ്തമായിട്ടുള്ള നാനേസ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിൽ ക്രിയേറ്റീവ് എങ്ങനെ വേണം, ഡിഡക്റ്റീവ് എങ്ങനെ വേണം, അത്തരം കുറേ അഡാപ്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് പുസ്തകം തന്നെ ഉണ്ട്. അപ്പൊ ഇത്തരം വിദ്യാഭ്യാസപരമായ കുറേ ഗവേഷകന്മാർ എഴുതിയിട്ടുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. അപ്പൊ ടീച്ചേഴ്സ് ഒന്ന് പോരാ, കുറേ പേര് വേണം. ഇനി വളരെ സീനിയർ ആയിട്ടുള്ള ചില മാത്തമാറ്റിക്സ് BSc പഠിച്ചിട്ടുണ്ടാവും, MSc പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ LKG പഠിപ്പിക്കുന്നുണ്ടാവും. കാരണം അവർക്ക് അതാണ് കിട്ടിയിട്ടുള്ള ജോലി, അവർക്ക് ഫുൾ പഠിപ്പിക്കാൻ പറ്റില്ല. അവരെ മാറ്റിയെടുത്തിട്ട് എങ്ങനെ ഹയർ ക്ലാസ്സിലേക്ക് പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. അപ്പൊ അവർ ട്യൂഷൻ അല്ല എടുക്കുക, അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ. ഇപ്പൊ ഞാൻ അമേരിക്ക പോയ സമയത്ത് SAT എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. അവിടെ കുട്ടികൾക്ക് ഞാൻ മാത്തമാറ്റിക്സും ഫിസിക്സും ഇംഗ്ലീഷും ഒക്കെ പഠിപ്പിക്കുന്നതും കാണാം. അമേരിക്കയിൽ ജനിച്ച് വളർന്ന് പഠിച്ച കുട്ടികളെയാണ് ഡോക്ടർ TPS പോയിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. കാരണം പഠിപ്പിക്കാനുള്ള ടെക്നിക്കും പഠിക്കാനുള്ള ടെക്നിക്കും മനസ്സിലാക്കിയാൽ നമുക്ക് ഏത് വിഷയവും പഠിപ്പിക്കാം. അവർക്ക് എന്നെക്കാളും ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയുണ്ടാവും. പക്ഷെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിപ്പിക്കണമെങ്കിൽ ഒരു ചെറിയൊരു ഓറിയന്റേഷൻ ആവശ്യമാണ്. ആ ഓറിയന്റേഷൻ നമ്മൾ എങ്ങനെ കൊടുക്കും? ആ ഓറിയന്റേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കുറേ ആൾക്കാരെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുത്താൽ, ഇപ്പോൾ വിജിലയുടെ സെന്റർ ഒരു കുറേ കുട്ടികൾക്ക് വന്നിട്ട്, അത് 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ BTechോ MTechോ PhDയോ എന്തോ ആയിക്കോട്ടെ, അവർക്കെല്ലാം കൂടി വന്നിരിക്കാൻ പറ്റുന്ന ഒരു അക്കാഡമിക് സെന്റർ ആയിട്ട് മാറുക. അതാണ് ആഫ്റ്റർ സ്കൂൾ എന്നുള്ള പ്രോഗ്രാം. ഞാൻ ട്യൂഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല. നമ്മൾ പണ്ട് വേദങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ളതാണ് ഉപനിഷത്തുകൾ. ഉപനിഷത്ത് എന്ന് പറഞ്ഞ അർത്ഥം അടുത്തിരുന്ന് ചോദ്യം ചോദിക്കാനാണ്. അടുത്തിരുന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നവരാണ് ടീച്ചേഴ്സ്. ഇപ്പൊ കഴിഞ്ഞ മിഞ്ഞാന്ന് ഞാൻ ഡൽഹിയിൽ ഒരു സ്കൂളിൽ പോയ സമയത്ത് ഞാൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഒരു ചാപ്റ്റർ എടുത്തിട്ട് ആ ചാപ്റ്ററിൽ നിന്ന് 10 ചോദ്യം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അവിടെ എല്ലാവരും ട്യൂഷന് പോകും. ആ ട്യൂഷന് പോകുന്ന മാഷോട് ഈ 10 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി തരാൻ പറ്റുമെന്ന് ചോദിക്കുക. അങ്ങനെ പറ്റുകയാണെങ്കിൽ മാത്രം ആ മാഷ് എടുത്ത നാളെ നിങ്ങൾ ചോദ്യങ്ങളുമായിട്ട് പോവാം. പല മാഷന്മാർക്കും അതുപോലും അറിയില്ല. കാരണം ഒന്നും അറിയാത്തവരാണ് ട്യൂഷൻ എടുക്കുന്നവർ. കാരണം അവർക്ക് ഇത് അതേപോലെ വായിച്ച് അതേപോലെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്താൽ മതി. പുതിയൊരു ചോദ്യം ഇന്നോവേറ്റീവായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലും കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റാത്തവരായിരിക്കും പലപ്പോഴും ട്യൂഷൻ എടുക്കുന്നുണ്ടാവും. അത് മാറ്റിയിട്ട് നമുക്ക് ഉത്തരം അറിയണം എന്നല്ല പറഞ്ഞത്, ഈ ഉത്തരത്തിലേക്ക് എത്താനുള്ള എളുപ്പമാർഗം പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഉത്തരത്തിലേക്ക് എത്താനുള്ള മാർഗം വളരെ സ്ലോ ആയിട്ട് ചെയ്യാം. മിക്കവാറും ആൾക്കാർ ബുദ്ധിമുട്ടുന്ന മാത്തമാറ്റിക്സ് ആണ്. എൻ്റെ വിഷയം മാത്തമാറ്റിക്സ് ആണ്. ഇപ്പൊ മാത്തമാറ്റിക്സിലൊക്കെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇട്ടിട്ടുള്ള ഒരു കുട്ടിയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പെർസെൻറ്റേജ് എങ്ങനെയാ പഠിക്കുക.
ആ കുട്ടി എൻ്റെ അടുത്ത് വാട്സപ്പ് അയച്ചു, ഇമെയിൽ അയച്ചു, എന്നോട് ചോദ്യം ചോദിച്ചു. ഞാൻ ജിമീറ്റിന്റെ ലിങ്ക് അയച്ചു കൊടുത്തു. ജിമീറ്റിന് വന്ന് ഞാൻ ആദ്യം ചോദിച്ചത്, മലയാളിയാണെന്ന് മനസ്സിലായി, കാരണം ഡിസ്ക്രിപ്ഷനിൽ മലയാളത്തിൽ പിന്നെ മലപ്പുറത്താന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ആദ്യം ചോദിച്ചത് കേരളത്തിലല്ല പഠിക്കുന്നല്ലേ എന്നാണ്. കാരണം കേരളത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ വരില്ല. കേരളത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇതിനുള്ള ധൈര്യമില്ല. ഒരാളെ കോൺടാക്ട് ചെയ്തിട്ട് ഏതോ ഒരു സയന്റിസ്റ്റിനെ യൂട്യൂബിൽ കണ്ടിട്ട് എങ്ങനെയാ പരിചയം എന്ന് ചോദിച്ചപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടാണ്. മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന വ്യത്യസ്ത തരത്തിൽ എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഉടനെ ആ കുട്ടി പറഞ്ഞു, എൻ്റെ ഉപ്പ ദുബായിലാണ്, അപ്പോൾ ദുബായിലാണ് ഞാൻ പഠിച്ചത്. 7ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വന്നത്. ഇപ്പോൾ 9ാം ക്ലാസ്, ഒരു കൊല്ലമായി ഇവിടെ. എനിക്ക് ഇവിടുത്തെ സമ്പ്രദായങ്ങളൊന്നും കൃത്യമായിട്ട് പറ്റുന്നില്ല, അതുകൊണ്ട് വ്യത്യസ്തമായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഇഷ്ടം വിഷയം മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ ഏതാ പഠിക്കേണ്ടത് ചോദിച്ചു. പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞു. ഞാൻ പഠിപ്പിച്ചു. പെർസെൻറ്റേജ് ഞാൻ പഠിപ്പിക്കുന്ന വിധം അതിനകത്തുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ക്ലാസ്സിൽ പെർസെൻറ്റേജ് പഠിപ്പിക്കുന്ന പോലെ അല്ല പഠിപ്പിക്കേണ്ടത്. ഒരു കച്ചവടക്കാരൻ എങ്ങനെയാണ് 10% റിബേറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ 15% റിബേറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെ കണക്ക് കൂട്ടണമെന്ന് പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്ന പെർസെൻറ്റേജ് മാത്തമാറ്റിക്സ് കൊണ്ട് ഒരു ഗുണമില്ല എന്ന് പറയും. അതുകൊണ്ടാണ് ചിലപ്പോൾ തമാശക്കെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സൈനെക്സ് കോസെക്സ് പഠിച്ചു വന്ന് എന്താ ഗുണം? കാരണം ഈ പഠിപ്പിക്കുന്ന മാഷ എന്തിനാന്ന് പഠിക്കുന്നവർ പറഞ്ഞു കൊടുത്തിട്ടില്ല. പണ്ട് തിലകൻ ചോദിച്ചതുപോലെ എന്തിനാ പഠിക്കണമെന്ന് അത് പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ എല്ലാത്തിൻ്റെയും ആദ്യം പഠിക്കേണ്ടത് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പാണ്. എന്തിനാണ് പഠിക്കുന്നത്? ഇത് പഠിച്ചാൽ എന്താ ഗുണം? ഞാൻ എവിടെയാ ഉപയോഗിക്കുന്നത്? അത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് നമുക്ക് LKG, UKG, നഴ്സറി, ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 മാറ്റം ഉണ്ടാക്കുന്നത് പോലെ ബാക്കി സ്കൂൾസിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ താല്പര്യമുള്ള കുറച്ചു പേരെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അവിടെ ഈ വിദ്യാഭ്യാസത്തിന്റെ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കുന്ന ഒരു ഗ്യാരണ്ടി അവരൊക്കെ എല്ലാ വിഷയത്തിലും A+ നേടിയിട്ട് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും എളുപ്പം പാസ്സാവും. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല. കൃത്യമായി മനസ്സിലാക്കിയിട്ട് A+ കിട്ടാൻ എളുപ്പമാണ്. പക്ഷെ മനസ്സിലാക്കിയിട്ട് നോളജ് ഉണ്ടാക്കാൻ. എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത? ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ കുറേ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള ആളാണ്. അവിടെ പ്രൊഫസറായിരുന്നു, വ്യത്യസ്തമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്നത്. അവിടെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ജനറൽ ആയിട്ട് ഇന്ത്യയിൽ കണ്ടിട്ടുള്ളത് +1 +2നും 10ാം ക്ലാസ്സിലും ഒക്കെ എല്ലാ വിഷയത്തിലും A+ കിട്ടിയ കുട്ടികൾ പോലും മാത്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ഇന്ത്യയിൽ ആകെ പാസ്സാവുന്നത് 4%. ഇപ്പൊ 100ൽ 4 പേരാണ് പാസ്സാവുന്നത്. പല എഞ്ചിനീയറിംഗ് കോളേജിലും എല്ലാവരും തോക്കാറുണ്ട്. കാരണം എന്താണ്? എന്നെ പഠിപ്പിച്ച അതേ 12ാം ക്ലാസ് മാഷ്, അല്ലെങ്കിൽ അന്ന് പ്രീ ഡിഗ്രിയാണ്, അതേ മാഷാണ് എഞ്ചിനീയറിംഗിൽ ഇപ്പോഴും മാത്സും ഫിസിക്സും കെമിസ്ട്രിയും പഠിപ്പിക്കുന്നത്. അതിന്റെ ഓറിയന്റേഷൻ ഡിഫറൻ്റ് ആണ്. എഞ്ചിനീയറിംഗിന് മാത്സ് പഠിപ്പിക്കുമ്പോൾ അതിന് അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള എർവിൻ ക്രേസിക് എന്ന് പറഞ്ഞ ബുക്കൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്. അതൊന്നും മാഷന്മാർ നോക്കാറില്ല. അപ്പൊ പലപ്പോഴും ഈ ഒരു ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പും ഓറിയന്റേഷനും ഇല്ലാത്തത് കൊണ്ട് തോറ്റു പോവുകയാണ്. 10ാം ക്ലാസ്സിലും 12ലും നല്ല മാർക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ജീവിതത്തിൽ ഭാവിയിൽ എവിടെ എത്തി എന്നൊരു സ്റ്റാൻഡേർഡ് എടുക്കണ്ടേ? ഇപ്പൊ കണ്ണൂരിൽ എത്ര പേർക്ക് A+ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ 10 കൊല്ലമായിട്ടൊന്നൊരു എണ്ണെടുക്കാം. 10 കൊല്ലം മുമ്പ് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പാസ്സായ കുട്ടികളിൽ എത്ര പേര് സയന്റിസ്റ്റ് ആയിട്ടുണ്ട്? എത്ര പേര് പിന്നെ IAS പാസ്സായിട്ടുണ്ട്? എത്ര പേര് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് IES, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് പോയിട്ടുണ്ട്? ഞാൻ ഇപ്പൊ ഉത്തരം പറയാം, 0 എന്നാണ് നമ്പർ. നമ്മൾ ഇസ്രോയിലൊക്കെ കുറേ ആൾക്കാരെ, സയന്റിസ്റ്റുകളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളവരെ കിട്ടാൻ വളരെ ചുരുക്കമാണ്. നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോയതാ ഒരു കാലത്ത്. ഇപ്പൊ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ തീരെ സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. അപ്പൊ അത് മാറ്റിയെടുക്കണമെങ്കിൽ, ടീച്ചേഴ്സ് മാറണമെങ്കിൽ അവരെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പെസിഫിക് ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം വേണം. അപ്പൊ അവരാരെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കണം. അപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇന്ത്യൻ സ്റ്റൈലില്, ഇന്ത്യൻ സ്ട്രാറ്റജി എന്തൊക്കെയാണെന്നൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന യോഗ യൂണിവേഴ്സിറ്റി ഓഫ് അമേരിക്ക, ടെക്സാസിൽ. കാരണം ഇന്ത്യക്കാർക്ക് അമേരിക്കയായിട്ടുള്ളൊരു ഇന്ത്യയിൽ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഒരു ഡിഗ്രി കൊടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഡിപ്ലോമ ആർക്കും കൊടുക്കാം. ഇപ്പം ശിക്ഷ എന്നുള്ള പേരിൽ എനിക്ക് ഒരു ഡിപ്ലോമ കൊടുക്കാം. പക്ഷെ ആ ഡിപ്ലോമക്കുള്ള വിലയേക്കാളും കൂടുതൽ ഉണ്ടാവും അത് കണ്ടിന്യൂസ് ആയിട്ട് PhD വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു രജിസ്റ്റേർഡ് യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പൊ ഇന്നലെ ഞാൻ ആഗോള ടിബറ്റിന്റെ പ്രസിഡന്റുമായിട്ട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അവര് ലോകത്തിലാകെ എല്ലാ സ്ഥലത്തും ടിബറ്റൻ സ്റ്റഡീസും ഇന്ത്യൻ സ്റ്റഡീസും ഭഗവത്ഗീതയും ഒക്കെ ഏറ്റെടുത്ത് പഠിപ്പിക്കാൻ പോവാം. അത് ഞാൻ ശിക്ഷ ആചാര്യ ഗുരുകുലത്തിന്റെ ആചാര്യയാണ്. അതിന്റെ കീഴിലാണ് അവർ ചെയ്യുന്നത്. ഇന്നലെ ലോങ് ഡിസ്കഷൻ ആയിരുന്നു. ഞാൻ എയർപോർട്ടിൽ നിന്ന് വന്ന് നേരെ അങ്ങോട്ടാ പോയത്. 4 മണിക്കൂർ ഇരുന്ന് ഡിസ്കസ് ചെയ്തു. അവര് ടിബറ്റൻ ആൾക്കാർ കംപ്ലീറ്റ് ഇത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് മട്ടന്നൂർ. കാരണം മട്ടന്നൂരിന്റെ തൊട്ടടുത്താണ് കൊടക്. കൊടകിൽ നിന്ന് 40 കിലോമീറ്റർ ഉള്ളൂ. കൊടക് ബുദ്ധിസ്റ്റിന്റെ ഒരു സെന്റർ ആണെന്ന് പറഞ്ഞിട്ട് അവർ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് പിന്നെ ലണ്ടനിലാണ് കനഡയിലാണ് താമസിക്കുന്നത്, വാൻകോവറിലാണ്. അവരുടെ അച്ഛൻ ബ്രിട്ടീഷുകാരനാണ്, അമ്മ തായ്വാൻ ലേഡിയാണ്.
അയാളെ കല്യാണം കഴിച്ചിരിക്കുന്നത് റഷ്യക്കാരനെയാണ്, ലേഡിയാണ്. ഇന്നലെ ഒരു 4 മണിക്കൂറായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ പലപ്പോഴും ലോകത്തിന്റെ പല ആൾക്കാർക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതിനൊരു ഇനീഷ്യേറ്റീവ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ആ ഇനീഷ്യേറ്റീവ് എടുത്ത സമയത്ത് പലരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ തായ്വാനിലുള്ള ലേഡി, കനഡയിൽ താമസിക്കുന്ന ഒരു ലേഡി ഇങ്ങനൊരു പ്രോഗ്രാം നമ്മൾ സർട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എങ്ങനെയാണ് അത് മെന്ററായിട്ട് ഡിഫറൻറ്റ്, ഗ്രാൻഡ് മാ ചൈൽഡ് കെയറിലെ മെന്റർ, അസിസ്റ്റന്റ് മെന്റർ, സീനിയർ മെന്റർ, അവരുടെ വിദ്യാഭ്യാസവും എക്സ്പീരിയൻസും അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഡിപ്ലോമ പ്രോഗ്രാം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിൽ 1.5 വർഷം കൊണ്ട് എഡ്യൂക്കേഷനിൽ കുറേ റിസർച്ചുകൾ നടത്തി ഒരു നല്ല തീസിസ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ഡോക്ടറേറ്റും കൂടി തരാനുള്ള പരിപാടി. അത് അടുത്ത കാലത്താണ് യൂണിവേഴ്സിറ്റി ആയിട്ട് ഒരു മെമ്മോറാണ്ടം ഉണ്ടായിരുന്നു. ബാംഗ്ലൂരാണ് അവരുടെ ഇന്ത്യൻ സെന്റർ, അവിടെ നിന്നാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഭാരതീയമായിട്ടുള്ള കുറേ അറിവുകളുണ്ട്, അത് പലരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാണോ അല്ലയോ, ആരെങ്കിലും ഒരാൾ സർട്ടിഫൈ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അത്തരം സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാൻ പറ്റും. അപ്പൊ അത്തരം എനിക്കറിവുള്ള വിഷയങ്ങളിലൊക്കെ ഞാൻ നേരിട്ടും, അതല്ലാതെ ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് അതിന് പറ്റുന്ന ആചാര്യന്മാരെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ടും ഇത്തരം വിഷയങ്ങളിലൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യും. അപ്പൊ ടീച്ചേഴ്സ് ആണ്, മെന്റർ ആണ് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് അവർ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ പിന്നെന്താ അർത്ഥം? ഇവരെ കണ്ടിട്ടല്ലേ മക്കൾ വളരേണ്ടത്. പഠിക്കാനുള്ള താല്പര്യമുള്ളവരാണ് പഠിപ്പിക്കേണ്ടത്. അപ്പൊ അത്തരം കുറെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് നമുക്ക് തുടങ്ങാം. അത് എൻ്റെ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്റർ ആയിട്ട് മാറും. ഹയർ നോളജ് സിസ്റ്റത്തിലേക്ക് യോഗ യൂണിവേഴ്സിറ്റി ഓഫ് അമേരിക്ക സെന്റർ, ഷോർട്ട് ഫോം യുവ എന്നാണ്. അപ്പോൾ യുവയുടെ ഒരു സെന്റർ ആയിട്ട് മാറും. പിന്നെ ഹൈലി അക്കാഡമിക് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് അഡ്വാൻസ്ഡ് അക്കാഡമി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിൻ്റെ കീഴിൽ MTechോ BTechോ എന്താണോ ചെയ്യുന്നത് അതിനൊക്കെ പ്രോജക്റ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇന്നലെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഫർസാന എന്ന് പറഞ്ഞൊരു കുട്ടി, എൻ്റെ മെന്റർ, ഞാനാണ് മെന്റർ, എൻ്റെ മെന്റിയാണ്. 12ാം ക്ലാസ് മുതൽ എവിടെ ചേരണം, എങ്ങനെ MBBS ചേരണോ ഐസറിന് ചേരണോ എന്ന് ചോദിച്ച സമയത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇന്നതാണ് അവരുടെ താല്പര്യം, റിസർച്ചാണ് താല്പര്യം, അതുകൊണ്ട് ഐസറിൽ ചേർന്നാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ ഐസറിൽ ചേർന്നു. മിഞ്ഞാന്ന് എനിക്കൊരു മെസ്സേജ് വന്നു, എനിക്ക് മ്യൂണിച്ചിൽ ജർമ്മനി പോയിട്ട് പഠിക്കാനാണ് താല്പര്യം. അപ്പൊ ഇന്ന് യൂണിവേഴ്സിറ്റിയിലാണ് പോകേണ്ടത്. ആ കുട്ടികളുടെ റെക്കമെൻഡേഷൻ ലെറ്റർ ഇന്ന് ഞാൻ കൊടുത്തു. അപ്പൊ വളരെ വിരളമായിട്ട് കേരളത്തിലെ ചില കുട്ടികളെയൊക്കെ നമുക്ക്, ആ കുട്ടിക്ക് ആവശ്യമുള്ള ഒറ്റ റിസർച്ചും ഇന്ത്യയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ കുട്ടിയെ മ്യൂണിച്ച് ജർമ്മനിയിലേക്ക്, മ്യൂണിച്ച് യൂണിവേഴ്സിറ്റി വളരെ നല്ല യൂണിവേഴ്സിറ്റിയാണ്, ഒരു 4-5 യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അവിടത്തേക്കുള്ള റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്തു, അത് കിട്ടും എന്തായാലും. അപ്പൊ നമുക്ക് കുട്ടികളെ ചെറിയ പ്രായം മുതൽ എങ്ങനെയെങ്കിലും പാലയിലേക്ക് അയച്ചിട്ട് ആണി തറപ്പിക്കലല്ല വേണ്ടത്. അതിന് പകരം അവരെ ജീവിതത്തിൽ എവിടെ പഠിച്ചാലും, സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചാലും മതി. IIT പഠിച്ചവരൊക്കെ നന്നായി, സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിലവരൊക്കെ ഒന്നുമില്ലാണ്ടായി എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ഞാനൊക്കെ സയന്റിസ്റ്റ് ആയിട്ട് ജോയിൻ സമയത്ത് IIT എന്ന് വന്നിട്ട് ഭ്രാന്തായിട്ട് ഞങ്ങളുടെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സയന്റിസ്റ്റുമാരുടെ പണി ചെയ്യാൻ പറ്റാണ്ട് മെന്റൽ ടെൻഷൻ പിടിച്ചിട്ട് ഞാനാണ് കയ്യും കൂടെ കെട്ടിയിട്ട് കൊണ്ടുപോയിട്ട് അവിടെ ആക്കിയത്. അപ്പോൾ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് വിദ്യാഭ്യാസമോ ജോലിയോ വലിയ പൊസിഷൻസോ പവറോ ഒന്നുമല്ല. എങ്ങനെ ജീവിക്കണം സന്തോഷമായിട്ട്, മാനസികമായിട്ട് പ്രശ്നങ്ങളില്ലാതെ. അതുകൊണ്ട് പണ്ട് വിവേകാനന്ദൻ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം 2 ആവശ്യത്തിനാണ്. ഒന്ന്, എനിക്ക് ആവശ്യമുള്ള ധനം സമ്പാദിക്കാനും അതിനുള്ള മാർഗങ്ങൾ പഠിപ്പിക്കുന്ന എഡ്യൂക്കേഷൻ ഫോർ ലൈഫ് എന്നാണ് പറയുക, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ വേണം. 2 വേണ്ടത്, അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താ വെച്ചാൽ മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ എന്നാണ്, ഒരു മനുഷ്യനാക്കി മാറ്റാനുള്ള എഡ്യൂക്കേഷൻ. അപ്പോൾ കുറേ വാല്യൂ സിസ്റ്റംസ് വേണം. നമ്മുടെ ഭാരതീയമായ സങ്കല്പപ്രകാരം കുറേ സുഭാഷിതങ്ങളുണ്ട്. അതിൻ്റെ വലിയൊരു ഉപാസകനാണ് എൻകുട്ടി. അപ്പൊ അത്തരം കുറേ സുഭാഷിതങ്ങളുടെ എക്സാക്ട് മീനിങ് എവിടെ അപ്ലിക്കബിൾ ആണ്, എങ്ങനെ അപ്ലിക്കബിൾ ആണെന്ന് കൃത്യമായിട്ട് അത് ഡിഫൈൻ ചെയ്തിട്ട് കുറേ സുഭാഷിതങ്ങൾ ഓൾറെഡി എഴുതി ചൊല്ലി എൻ്റെ യൂട്യൂബിൽ തന്നെ ഇരിപ്പുണ്ട്. ഇപ്പൊ ഞാൻ ഈ ചേരുന്നവരോട് ഞാൻ പറയുന്നത് ഡോക്ടർ TPS ആണ്. ഉടനെ പോയി ഗൂഗിൾ ചെയ്യുക. ഗൂഗിൾ ചെയ്തിട്ട് എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് അവിടെ തപ്പി കണ്ടുപിടിക്കാൻ. ഞാനിങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല, ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം, ഗ്രാൻഡ് മാ ഡോക്ടർ TPS നടിച്ചാൽ കിട്ടുമല്ലോ ഡീറ്റെയിൽസ്. പിന്നെന്തിനാ എന്നോട് ചോദിക്കണേ? ന്യൂ എഡ്യൂക്കേഷൻ പോളിസി NEP ഡോക്ടർ TPS നടിച്ചാൽ ഞാൻ കൊടുത്ത എല്ലാ ലെക്ചറും കേൾക്കാം. ഇതിപ്പം 10 മിനിറ്റ് പറഞ്ഞു തീർത്തു, മണിക്കൂറുകളോളം പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലെ ഏറ്റവും പഴയ കോളേജായ CMS കോളേജിൽ അടക്കം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള കാഞ്ഞങ്ങാട് കോളേജിൽ കൊടുത്തിട്ടുണ്ട്, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ.
ഇതൊക്കെ DQAC എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് കോളേജുകളിൽ ഒരു സെന്റർ ഉണ്ട്. ആ സെന്ററിന്റെ കീഴിൽ കേരളത്തിൽ കുറേ കോളേജ് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇന്റർനെറ്റിൽ ഇട്ടിട്ടുണ്ടാവില്ല, കാരണം ഒരേ സംഭവം തന്നെ ഇന്നും ചെയ്തു നാളെയും ചെയ്തു വരുമ്പോൾ ചിലപ്പം റെക്കോർഡ് ചെയ്താലും ചിലപ്പം ഞാൻ ഇട്ടു എന്ന് വരില്ല. പക്ഷെ കുറെ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾക്ക് എങ്ങനെ അമേരിക്കയിൽ പഠിക്കാൻ പോകണം, എബ്രോഡ് സ്റ്റഡി കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇലക്ട്രിക്കൽ എടുക്കണം, എന്തുകൊണ്ട് മെക്കാനിക്കൽ എടുക്കണം, എന്തുകൊണ്ട് സിവിൽ എടുക്കണം, എന്തുകൊണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കണം, എന്തുകൊണ്ട് ഇൻഫർമേഷൻ പഠിക്കണം, എന്തിന് ബയോടെക്നോളജി പഠിക്കണം. ഓരോ വിഷയങ്ങളിലും കുട്ടികൾ വരുമ്പോൾ ആ വിഷയങ്ങളിൽ എന്തിനു വേണ്ടി പഠിക്കണം എന്നുള്ളതിന്റെ വീഡിയോസ് ഉണ്ട്. എഞ്ചിനീയറിംഗ് ഡോക്ടർ TPS നടിച്ചാൽ കാണാം. മാത്തമാറ്റിക്സിൽ മിക്കവാറും കുട്ടികൾക്ക് ടഫായിട്ടുള്ള സംഭവം ട്രിഗണോമെട്രിയാണ്. ട്രിഗണോമെട്രി ഡോക്ടർ TPS നടിച്ചാൽ അതെങ്ങനെ പഠിപ്പിക്കുന്നതെന്ന് കാണാം. ചെറിയ കുട്ടികളുമായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന ക്രാഫ്റ്റ് കാണാം, ഒക്കെ കാണാം. നിങ്ങൾക്ക് ഡാൻസ് കാണാം, പാട്ട് കാണാം. ഇതൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മാത്തമാറ്റിക്സ് കാണാം, കുറേ എക്സ്പെരിമെന്റ്സ് ചെയ്യിപ്പിക്കുന്നത് കാണാം പിള്ളേരെ കൊണ്ട്. മാഗ്നറ്റിസം പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ കളിയായിട്ട് മാറ്റാൻ പറ്റുക. ഫിസിക്സും ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവും, പക്ഷെ ആ രൂപത്തിലേക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് കൂടെ ചെയ്യാം. അത് ഞാൻ എങ്ങനെയൊക്കെ ചെയ്ത് കുറേ കാലങ്ങളായിട്ട് 10-20 വർഷമായിട്ട് ചെയ്യുന്ന ഒരു പണി, അതിൽ കുറച്ച് പേരെങ്കിലും ട്രെയിൻ ചെയ്ത് മാറ്റാൻ പറ്റിയാൽ യു വിൽ ഓൾ ബിക്കം മെന്റേഴ്സ്, യു വിൽ ഓൾ ബിക്കം. ഞാനിപ്പം MS സൈക്കോതെറാപ്പി ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ MS സൈക്കോതെറാപ്പി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഭാരതീയ സിസ്റ്റത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ള വെസ്റ്റേൺ സിസ്റ്റം അല്ല പറയേണ്ടത്. നമ്മളൊരാളുടെ മനസ്സ് വായിച്ച് പഠിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യൻ സ്റ്റൈല്, അവരുടെ ഇന്നത്തെ പ്രശ്നങ്ങൾ, ഇന്നത്തെ നമ്മുടെ കൾച്ചർ, ആ റിലീജിയസ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ നമുക്കറിയണം. അപ്പൊ ഈസ്റ്റേൺ ഫിലോസഫിക്കൽ കുറേ ഫിലോസഫി ലെക്ചേഴ്സ് ആണ് ഡോക്ടർ TPS. ഫിലോസഫിയിലുള്ള ഡോക്ടർ TPSന്റെ ലെക്ചർ കാണാം, റിലീജിയനിലുള്ളത് കാണാം, വ്യത്യസ്തമായിട്ടുള്ള റിലീജിയനിലുള്ളത് കാണാം, മെന്റൽ ആക്ടിവിറ്റീസ്, ലീഡർഷിപ്പ് പ്രോഗ്രാംസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ പ്രോഗ്രാംസ്, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മിക്കവാറും ഇംഗ്ലീഷിലായിരിക്കും. കാരണം എൻ്റെ ക്ലാസ്സുകൾ മിക്കവാറും അങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ലണ്ടനിലുള്ള ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളും അവർ ഓരോ ശ്ലോകങ്ങളും പഠിച്ചിട്ടാണ് പറയുന്നത്. ലണ്ടൻ, ആഫ്രിക്കയിൽ നിന്ന് സെറ്റിൽ ചെയ്തിട്ടുള്ള ലണ്ടനിലുള്ള UK ഇന്റർനാഷണലിലെ ക്യൂൻ എലിസബത്ത് എന്ന് പറയുന്ന പ്രൊഫസർ ഡോക്ടർ ക്യൂൻ എലിസബത്ത് ലൂക്കാസ് അവർ പറയുന്നത് കാണാം, ഡോക്ടർ TPS ഈസ് മൈ മെന്റർ. അപ്പൊ ഞാൻ നിർബന്ധപൂർവ്വം 2 വാക്കെങ്കിലും ഒരു ദിവസം പഠിപ്പിക്കും. അന്ന് ഹാപ്പിനെസ് ആൻഡ് സോറോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലാസ് ആയിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ മലയാളം പഠിപ്പിച്ചു, മലയാളം അല്ല സംസ്കൃതം, സുഖം എന്ന് പഠിപ്പിച്ചു. അവരുടെ കീഴിൽ 5-6 ഇന്ത്യൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ. ഇത് ഫുൾ ടൈം ടീച്ചർ അല്ല, ഇവരൊക്കെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്കൊക്കെ അതേപോലെ ടീച്ചേഴ്സ് ആവാം. അവര് ഇപ്പൊ ക്ലാസ് നിർത്തണം, കാരണം എനിക്ക് ഇപ്പൊ പോയാലേ ട്രെയിൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഓഫീസിൽ എത്താൻ വൈകുന്നുണ്ടോ ചാടും. സെമിനാർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സമയമായി എന്ന് പറഞ്ഞിട്ട് ഓടിക്കുന്നതാണ്. ഞാൻ തമാശക്ക് പറയുകയും ചെയ്യും, ഇപ്പൊ ട്രെയിൻ പോകുമ്പോൾ നിർത്തിക്കോ. അവര് വളരെ വയസ്സായിട്ടുള്ളൊരു സ്ത്രീയാണ്. അവര് അവരുടെ എംപ്ലോയീസിന്റെ അടുത്ത് പോയിട്ട് സുഖം എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ചോദിച്ച സമയത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഇന്ത്യൻസിന്റെ അടുത്തും ഒരു ആഫ്രിക്കക്കാരി ലണ്ടനിൽ താമസിക്കുന്ന ഒരാൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ സംസാരിക്കുമ്പോൾ, ഹിന്ദിയിലായാലും മലയാളത്തിലായാലും ഒക്കെ സുഖം തന്നെയാണ്. അവർക്കൊരു അറ്റാച്ച്മെന്റ് വരും. അപ്പൊ നമ്മൾ ഭാഷ പഠിക്കാനുള്ള കഴിവ് അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ്. അത് പ്രാക്ടീസ് ചെയ്യണം. എല്ലാവരും നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കണം. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എല്ലാവരും ട്രോള് കാണില്ല. നമ്മുടെ മന്ത്രിമാരും നമ്മുടെ മേയർമാരും ഒക്കെ പറയുന്ന ചറപറ ഇംഗ്ലീഷ് കേട്ടിട്ട് ഏത് തുറന്നു നോക്കിയാലും ഇതല്ലേ. എന്തുകൊണ്ടാണ് മലയാളികളെ ഇങ്ങനെ ട്രോൾ ചെയ്യാൻ പറ്റുന്നത്? വിദ്യാഭ്യാസം മോശമായതുകൊണ്ടാണ്. അവരൊക്കെ പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയത്തിലും മാസ്റ്റേഴ്സും PhD ഒക്കെ ക്വാളിഫൈഡ് എന്നൊക്കെയാണ് പറയണത്. എന്നിട്ട് എന്താ കാര്യം? ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. പക്ഷെ ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നത് ഫിലിപ്പീൻസിൽ എടുക്കുന്നുണ്ട്, ആഫ്രിക്കയിൽ എടുക്കുന്നുണ്ട്, സൗത്ത് കൊറിയയിൽ എടുക്കുന്നുണ്ട് ക്ലാസ്, ബ്രിട്ടനിൽ എടുക്കുന്നുണ്ട്. എന്തുകൊണ്ട്? എല്ലാവർക്കും പറ്റും. അതിന് ചെറിയൊരു ഓറിയന്റേഷനും ചെറിയൊരു എഫേർട്ടും തയ്യാറാണെങ്കിൽ. അതല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിപ്പിക്കുന്നത് പറഞ്ഞിട്ട് ടീച്ചർമാരെ കണ്ടിട്ട് പക്ഷെ ഗ്രാമർ പോലും അറിയില്ല. MBA കുട്ടികളുണ്ട്, MBA കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരു അവരുടെ അഡ്രസ്സ് പോലും തെറ്റില്ലാണ്ട് എഴുതാൻ അറിയില്ല. അടുത്ത കാലത്ത് ഒരു ടീച്ചർക്ക് MBA കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഒരു സാധാരണ സ്കൂളിൽ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറാണ്. വേറെ ജോലി വേണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് തോന്നി. ഞാൻ പറഞ്ഞ അഡ്രസ്സ് ഒരു പേപ്പറിൽ എഴുതിയിട്ട് എനിക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെയൊക്കെ ഇന്റർവ്യൂ ചെയ്യും. കുറെ ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരാൾ അഡ്രസ്സ് എഴുതുമ്പോൾ അത് വന്നാൽ നമുക്കറിയാം, അവരുടെ സ്വഭാവം നമുക്കറിയാം.
ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പണി തരാം, പക്ഷെ വല്ല സർവൻ മേഡിൽ പാത്രം കഴുകാനുള്ള പണി വല്ലതും തരാൻ പറ്റുവാണെങ്കിൽ തരാമെന്ന് പറഞ്ഞു. ആ സ്കൂളിൽ കൊടുക്കുന്ന അതേ ശമ്പളം ഞാൻ തരാമെന്ന് പറഞ്ഞു. കാരണം അതിനാണ് ഈ പാളെ കിട്ടാത്തത്. കാരണം ക്വാളിഫിക്കേഷൻ ഇല്ല. ഇനി അത് വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചോളാം പറഞ്ഞു. അത് പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. അത് പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുണ്ടാവണം. പഠിക്കാനുള്ള തയ്യാറുള്ളവർക്ക് പഠിക്കാനുള്ള ഫെസിലിറ്റീസ് കൊടുക്കുക, പഠിപ്പിക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് പഠിപ്പിക്കാൻ തയ്യാറാക്കുക. ചിലർക്ക് ഇതൊന്നും പറ്റില്ല, മാനേജ്മെന്റേ പറ്റുള്ളൂ. എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, എനിക്ക് തുടങ്ങാൻ പറ്റുമോ? അതെങ്ങനെയാ തുടങ്ങേണ്ട? ഓൺട്രപ്രൈനേഴ്സ് ബിസിനസ് പ്രോഗ്രാംസ് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഞാൻ ആ ലിസ്റ്റിലിട്ടത് എനിക്ക് അറിയില്ല, വിജിലൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആഫ്റ്റർ സ്കൂൾ എ ആണ്, ബി എന്ന് പറയുന്ന ബിസിനസ് ആണ്, സി എന്ന് പറയുന്ന ചൈൽഡ് കെയർ ആണ്, ഇ എന്ന് പറയുന്ന ഏർലി എഡ്യൂക്കേഷൻ, അങ്ങനെ ABCD അപ് ടു I വരെ. ABCDEFGHI 9 കാറ്റഗറിയിലാണ് 2 ദിവസത്തെ പ്രോഗ്രാം നടക്കാൻ പോകും. അതെങ്ങനെ ഇതെല്ലാം കൂടി ചെയ്യുന്നുള്ളതിന് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അത് നമുക്ക് വളരെ എളുപ്പം. കാരണം എല്ലാം കൂടി ഒരു 100 പേരോ 200 പേരോ വന്നാലും ഐ നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. പക്ഷെ ആദ്യം ചെയ്യേണ്ടത് ഈ വരുന്നവരൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണം. അന്ന് രാവിലെ അല്ല പണി തുടങ്ങുക. അതിൽ ആരൊക്കെ ആക്റ്റീവ് ആണെന്ന് നോക്കിയാൽ എനിക്ക് അവർക്ക് ഓരോ പണി അസൈൻ ചെയ്യാൻ പറ്റും. അവിടെ തന്നെ സെലക്ഷൻ തീർന്നു. ഈ യൂട്യൂബിലൊക്കെ കാണാം നല്ല രസകരമായ പ്രോഗ്രാംസ്. സെലക്ഷൻ തീരുന്നത് ഇന്റർവ്യൂ സമയത്തല്ല. ഞങ്ങളുടെയൊക്കെ ഓഫീസിൽ സെലക്ഷൻ തീരുന്നത് നിങ്ങൾ ഗേറ്റിന്റെ അടുത്ത് എത്തുമ്പോഴേ നമ്മൾ ക്യാമറ വെച്ച് ശ്രദ്ധിക്കും. അപ്പൊ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഇതുവരെ ചെയ്തിട്ടില്ല, എല്ലാവരും ചെയ്യണം. അതിനകത്ത് മെമ്പറായിട്ട് കാര്യമില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അറിയാനുള്ള ആഗ്രഹം ഉണ്ടോ എന്ന് അറിയണ്ടേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് 10-12 പേരുള്ള ഒരു ഗ്രൂപ്പിൽ ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു എന്നറിയണം, കണ്ടിട്ട് യൂട്യൂബിൽ പോയിട്ട് കമന്റ് ചെയ്യണം, അതെന്താണെന്ന് അറിയണം. അതിനകത്ത് ബംഗ്ലയുണ്ട്, അതുപോലെ മലയാളത്തിലുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുമ്പോഴാണ് നിങ്ങൾ താല്പര്യമുള്ളവരായിട്ട് മാറുക. ടിങ്കിൾ ടിങ്കിൾ ബംഗാളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് പറയുമ്പം എന്ന് പറയുന്ന ഒരാൾക്ക് പഠിക്കാൻ താല്പര്യമില്ല, പഠിപ്പിക്കാനും താല്പര്യമില്ല. അങ്ങനെ മലയാളത്തിലുണ്ടോ, ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിന്റെ പേരാണ് ക്യൂരിയോസിറ്റി ഗ്രൂപ്പ് എന്നാണ്. നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടോ, അറിയാനുള്ള ആഗ്രഹമുണ്ടോ? ആ ഗ്രൂപ്പിന്റെ പേര് ക്യൂരിയോസിറ്റി ഗ്രൂപ്പ്. ആ അറിയാനുള്ള ആഗ്രഹമുള്ളവരാണ് ഉടനെ ചോദിക്കുക. അല്ലാത്തവരിങ്ങനെ തമ്പിം പ്രശ്നം, അതേത് മണ്ടനം കാണിക്കാം. ആരെങ്കിലും ചത്തു എന്ന് പറഞ്ഞാലും കൈ ഇങ്ങനെ കാണിക്കും. അത് വായിക്കൂല, ശ്രദ്ധിക്കൂല, എന്താ കാര്യം? അതല്ല, അതിന് റിയാക്ഷൻ എന്നാ പറയുക. റിയാക്ഷൻ അല്ല വേണ്ടത്, പ്രതികരണ ശേഷി വേണമെന്നൊക്കെയാണ് മലയാളത്തിൽ പലരും പറയാറുള്ളത്. ഞാൻ പ്രതികരണ ശേഷി വേണമെന്നല്ല പറയാം, പ്രതികരണം അല്ല വേണ്ടത്. അത് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകുന്ന സമയത്ത് അതിന് റെസ്പോൺസിബിൾ എന്നാ പറയാം. റെസ്പോണ്ട് ചെയ്യാം. റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് ഒരാൾ റെസ്പോൺസിബിൾ ആവുക. അപ്പൊ വി വാണ്ട് ടു ക്രിയേറ്റ് റെസ്പോൺസിബിൾ സിറ്റിസൺസ്. അപ്പൊ അത് നമ്മളെല്ലാരും കൂടി, ഇത്രയും പേരുണ്ട്. ഇപ്പൊ ഇതിനകത്ത് എത്ര പേരുണ്ട്? നമ്മളിപ്പോ ഇതിനകത്ത് എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്? 19 പേരുണ്ട്. 19 പേര് വിചാരിച്ചാൽ വലിയ മാറ്റം വരുത്താൻ പറ്റും ലോകത്ത്. ഇപ്പൊ വിജില എന്ന് പറയുന്ന ഒരാൾ വിചാരിച്ചിട്ട് 19 പേരെ ചേർക്കാൻ പറ്റിയാൽ 19 പേര് വിചാരിച്ചാൽ എത്ര പേരെ ചേർക്കാൻ പറ്റും? 10 പേരെയും കൂടി ചേർത്ത് 190 ആളായില്ലേ? അപ്പൊ അത് സെൽഫ് റെസ്പോൺസിബിലിറ്റി തോന്നണം. ഇപ്പൊ ഇന്നിപ്പോ ബോൺഗീർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള 5 സ്കൂളിലുള്ള ടീച്ചറെയാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഓരോ ടീച്ചറെയും എന്റെ കൂടെ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോഴത്തേക്കും അവരെല്ലാവരും ഓരോ സ്കൂൾ തുടങ്ങുന്നു പറഞ്ഞു. അവർ പറഞ്ഞു എനിക്ക് കോമ്പറ്റീഷൻ ആവും. ഞാൻ പറഞ്ഞു, കോമ്പറ്റീഷൻ ആവുമല്ല ചെയ്യാം. നിങ്ങൾ പാരന്റൽ സ്കൂളും ബാക്കിയുള്ളവരൊക്കെ നിങ്ങളിലേക്ക് കുട്ടികളെ അയക്കുന്ന ഒരു സ്കൂളുമായിട്ട് മാറും. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോരാളും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറണം. ഇപ്പൊ ഇത് മാത്രമല്ല എൻ്റെ പണി കുറേ ഡിഫറെന്റ് ആയിട്ടുള്ള പണികളാണ്. അതിലൊരു പണി ഇതാന്ന് മാത്രം. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ ബുക്കുകൾ, ഞാനിപ്പോ ഇപ്രാവശ്യം എഴുതിയിട്ടുള്ള ബുക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു 5-6 മാസമായിട്ട് ഞാൻ എഴുതിയിട്ടുള്ള ബുക്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 18 ബുക്സ് 20 ബുക്സോളം എഴുതി. ഇതിനകത്ത് ഏർലി ചൈൽഡ് കെയർ എഡ്യൂക്കേഷന്റെ ബുക്കാണ്. നിങ്ങൾക്ക് കാണാം ഹെഡിങ് തന്നെ HIJKL എന്നാണ്. അതുപോലെ A to Z വരെ ഇത് ചെറിയ കുട്ടികളുടെ സൈക്കോളജിക്കൽ ആസ്പെക്ട് കവർ ചെയ്യുന്ന ബുക്കാണ്. പിന്നെ ഓരോ വിഷയത്തിലും ഇപ്പൊ T മുതൽ Z വരെ. അപ്പൊ ഈ എഡ്യൂക്കേഷൻ ഈ ബുക്സ് എന്ന് പറഞ്ഞാൽ A to Z ആണ് ചാപ്റ്ററിന്റെ ഹെഡിങ് തന്നെ. എത്ര ചാപ്റ്റർ എന്ന് വെച്ചാൽ 26 ചാപ്റ്റേഴ്സ്. ഇതെന്താ പഠിപ്പിക്കുന്നത്? എങ്ങനെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാം എന്നുള്ളതിന്റെ ടീച്ചർ ട്രെയിനിങ്ങിന്റെ ഗൈഡാണ്. അത് ഫുൾ റെഡി ആയിട്ടാണ് ഈ പറയണത്. ഏകദേശം 400ഓളം പേജുകൾ ഉള്ള ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം. ഇത് വായിച്ച് പഠിച്ച് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് MNOPQRS ABCD മുതൽ ഫുൾ ഉള്ള. ഇനിയോ ബിഫോർ
പ്രഗ്നൻസി സമയത്തിൽ എന്തൊക്കെ ശ്രദ്ധ ആയാൽ നിങ്ങളുടെ കുട്ടികൾ നല്ല കുട്ടികളാണ്. എന്ത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ ഇരിക്കണം, എന്തൊക്കെ ചെയ്യണം. ഏർലി പാരന്റിങ് വിത്ത് ആയുർവേദ നർച്ചറിങ് ലൈഫ് ഹോളിസ്റ്റിക്കലി എന്ന് പറഞ്ഞ പുസ്തകമാണ് ഇത്. ഞാനും ബാക്കു എന്ന് പറയുന്ന ഒരു സ്ഥലം, അസർബൈജാനിലെ ഒരു പ്രൊഫസറും കൂടി എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഇതിപ്പോ കഴിഞ്ഞ 5-ാം തീയതിയാണ് അസർബൈജാനിൽ റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ കൂടെ എഴുതിയ ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. അസർബൈജാനിൽ ഞാൻ പോകാനിരുന്നാണ്, പോയില്ല. ഓൺലൈനാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഓതേഴ്സ് ആവാം, ഐഡിയാസ് ഉണ്ട്. അതെങ്ങനെ ഫലപ്രദമായിട്ട് നമുക്ക് എഴുതി ഉണ്ടാക്കാൻ പറ്റും, തുടങ്ങാം. അപ്പൊ എന്ത് പഠിപ്പിക്കുമെന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങളുടെ താല്പര്യം. ഇപ്പൊ എനിക്കറിയില്ല, ഷിനു ഓൾറെഡി ഇതാണ് A to Z, ABCDFG വരെ. എനിക്കറിയില്ല ഷിനു ആ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തോ. ഞാനാണെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു ഡിസ്കഷൻ കഴിഞ്ഞാൽ ഡിസ്കഷൻ ക്ലോസ് ചെയ്ത ഉടനെ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നമ്പറിൽ ഉടനെ വിളിക്കും. വിളിച്ചെന്ന് മാത്രമല്ല, വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് വരും. ആ ഫീഡ്ബാക്ക് ഞാൻ കോൺടാക്ട് ചെയ്തു എന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ട്, നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഞാൻ സംസാരിച്ചത് വേസ്റ്റ് ആയില്ല എന്ന് എനിക്ക് ബോധം വരും. നമ്മൾ കേരളത്തിലുള്ള ഒരു വലിയൊരു പ്രോബ്ലം എന്താ വെച്ചാൽ, നമ്മൾ ഒന്നിനും ഒരു റെസ്പോൺസ് കൊടുക്കില്ല. ഒരു കോണ്ടാക്ട് ചെയ്തു, ഞാൻ സംസാരിച്ചു, ഇന്നതാണ് അതിന്റെ വിഷയം. ഷിനു ഉടനെ തന്നെ പറയണം. പറഞ്ഞില്ലെങ്കിൽ ഞാൻ 1 മണിക്കൂർ നമ്മൾ സംസാരിച്ചത് വെറുതെ ആയില്ലേ. ഞാൻ ഉടനെ തന്നെ നമ്പർ അയച്ചു തന്നിരുന്നു. നമ്പർ അയച്ചു തന്നില്ലേ? അതെ, അത് എനിക്ക് റെസ്പോൺസ് വേണ്ടേ, എനിക്ക് തിരിച്ചറിയണ്ടേ എന്താണ് സംസാരിച്ചതാണെന്ന് പറയുമ്പോഴല്ലേ ഞാൻ അതിനകത്ത് ഭാഗമാവും. ഓക്കെ, പക്ഷെ അതെങ്കിലും പറയണം. ഞാൻ വിളിപ്പിക്കുമല്ലോ, അപ്പൊ തന്നെ വിളിപ്പിക്കില്ല. നമ്മളങ്ങനെ വെറുതെ വിടില്ലല്ലോ. അവര് വളരെ സ്ലോ ആയിരിക്കും. കാരണം കേരളത്തിനേക്കാളും മോശമാണ് കർണാടകക്കാര്. നോ നോ നോ, വൈ യു വാണ്ട് ആൻ ഏജന്റ് അഗൈൻ? ഞാൻ നിങ്ങൾക്കല്ലേ മെസ്സേജ്, ഞാൻ നിങ്ങൾക്ക് ഇമെയിൽ പിന്നെ വാട്സപ്പ് അയച്ചതല്ലേ. യു ഷുഡ് ഇമ്മീഡിയറ്റ്ലി കോൺടാക്ട് ആൻഡ് സെൻഡ് എ മെസ്സേജ്. ഒരു വോയിസ് മെസ്സേജ് എങ്കിലും ഇടുക, യെസ് ഐ കോൺടാക്റ്റഡ്. ആ കമ്മ്യൂണിക്കേഷൻ ഈസ് ലാക്കിംഗ്. ഞാൻ പറയാൻ കാരണം വെച്ചാല്, ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അതിനകത്ത് മുന്നോട്ട് പോവാം. ഇനി അതില്ല എന്ന് വിചാരിക്കും. ഞാനാണ് ആ കമ്മിറ്റിയുടെ ചെയർമാൻ, അവരതിന്റെ ക്ലർക്കും അല്ലെങ്കിൽ രജിസ്ട്രാറും ഒക്കെയാണ്. ഇപ്പൊ എനിക്ക് ഇന്ന് മുതൽ തുടങ്ങാം, പണി ഇന്ന് മുതൽ തുടങ്ങാം നമുക്ക്, താല്പര്യം ഉണ്ടെങ്കിൽ. പക്ഷെ അതിന്റെ ലീഗാലിറ്റിയും അതിന്റെ ഫീസ് സ്ട്രക്ചറും അഡ്മിനിസ്ട്രേഷനും അത്തരം സംഭവങ്ങളൊക്കെ അവരുമായിട്ട് ചിലപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അത് ഇല്ലെങ്കിൽ നമ്മൾ അവനെ വിളിച്ച് വഴക്ക് പറയില്ല. ഞാനൊക്കെ അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഒരു ദിവസം കൊണ്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ വഴക്ക് പറയും. സോ വി ഷുഡ് ബിക്കം പ്രൊആക്റ്റീവ്. സി, ആർക്ക് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യരുത്. നമ്മളൊരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ചെക്ക് ലീഫ് കൊടുത്തിട്ട് പൈസ എടുക്കാൻ പോയി കഴിഞ്ഞാൽ എന്നെ വിളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അനങ്ങാണ്ടിരിക്കും. 10 പ്രാവശ്യം അവിടെ പോയില്ലേ കൗണ്ടറിൽ? അത് വേണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് അവർ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്. അതാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. എപ്പോഴും വേണം. നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ ഡോക്ടർ വിളിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ബെഞ്ചിലിരിക്കും? ഇല്ല. എല്ലാ കാര്യത്തിലും ആ ഒരു ഇനീഷ്യേറ്റീവ് വേണം. അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ചോദിക്കേണ്ട കാര്യം എന്താ? എനിക്ക് ചോദിക്കാം, പക്ഷെ ഞാൻ വിചാരിച്ചത് യു ഷുഡ്, ദാറ്റ് ഈസ് യുവർ നോ, ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്, നോട്ട് ഇൻ മൈ കോർട്ട്, റൈറ്റ്? അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് അത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഫോളോ അപ്പ് ചെയ്യണം. ഇപ്പൊ ഞാൻ മെസ്സേജ് അയക്കും. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവർക്ക് മെസ്സേജ് അയക്കും. ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ട് ഷിനു വിളിക്കുന്നു പറഞ്ഞിട്ട് വിളിച്ചിരുന്നു, വൈ യു ഡിഡ് നോട്ട് റെസ്പോണ്ട്. ഇനി അതല്ലെങ്കിൽ അതിന് വൈസ് ചാൻസലർ വിളിപ്പിക്കും. ഞാൻ വൈസ് ചാൻസലർ അല്ലല്ലോ, അതിന്റെ ടോപ്പ് എന്ന് പറയുന്ന വൈസ് ചാൻസലർ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് വെച്ചത്. രജിസ്ട്രാർ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ വൈസ് ചാൻസലർക്ക് മെസ്സേജ് പോകും, ഇങ്ങനെ ഒരാൾ കോൺടാക്ട് ചെയ്തു, വിളിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല? അതിനല്ലേ ഹയറാർക്കി. മുകളിൽ ഓഫീസർമാർ എന്തിനാ ഇരിക്കണേ? നമ്മളൊരു പോലീസിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞില്ലേ എസ് ഐന്റെ അടുത്ത് പോകണം, എസ് ഐ പറഞ്ഞ കേട്ടില്ലെങ്കിൽ CI ന്റെ അടുത്ത് പോകണം. അല്ല എന്റെ മാർഗം അതല്ലേ. അപ്പൊ ആ ഒരു ഇനീഷ്യേറ്റീവ് വേണം നമുക്ക്, എല്ലാ കാര്യത്തിലും വേണം. പടപടാന്ന് നടക്കണം. കാരണം സമയം പോവും. 1 ആഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ 2 ആഴ്ച പോയി. ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പൊ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യേണ്ട സമയമായി. അത് കഴിഞ്ഞിട്ടാണ് 1 കൊല്ലം കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 കൊല്ലം പോവും. അണ്ടർസ്റ്റുഡ്? തിങ് ഷുഡ് ബി ഡൺ ഫാസ്റ്റർ. ഡിലേ മാസ്റ്റർ പരിപാടിയില്ല. അപ്പൊ ഇതാണ് ഒരു രത്ന ചുരുക്കം. ഇറ്റ്സ് എൻ ഓവറോൾ ലൈഫ് ട്രാൻസ്ഫർമേഷൻ. ഏത് ലെവലിൽ ആർക്കൊക്കെ ചോദ്യങ്ങൾ അതിന്റെ ഇടയിൽ അതിന് പോയിട്ട് വന്നു.
പിന്നെ വേറെ ഒന്ന് രണ്ട് തീസിസ് എഴുതിയത് ഞാൻ പുറത്തുള്ള ഒരു അല്ല നമുക്ക് അതിപ്പോ വേണ്ട, ഞാൻ അതൊരു ഒരു ഇതായിട്ട് പറഞ്ഞതാണ്. റെസ്പോൺസിബിൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ലേറ്റർ. ഇവിടെ വിജില പോയാ, ഇതാണ് ഒരു രത്ന ചുരുക്കം. അപ്പൊ വരുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഫീഡ് ചെയ്യുന്നുള്ളതാണ്. അത് ഏത് പ്രായത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. പക്ഷെ ആ ഗ്രൂപ്പ് സ്ട്രോങ് ആവണം, ആ ഗ്രൂപ്പിൽ റെസ്പോൺസ് ഉണ്ടാവണം. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടത്. എത്ര പേര് അതിനകത്ത് ആക്റ്റീവാണ്, ഗ്രൂപ്പിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? നോ യൂസ്. അതിനകത്ത് റെസ്പോണ്ട് ചെയ്യണം. അതുപോലെ കുറേ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെയുള്ള ലിങ്കുകൾ തരാം. അതൊക്കെ ഒരു ആർട്ട് ഫോംസൊക്കെ അല്ലെങ്കിൽ ക്രാഫ്റ്റോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പരിപാടിയായിരിക്കും. ഒരു ടൈ എങ്ങനെ കെട്ടണം എന്ന് അറിയണം നമുക്ക്. ഇപ്പം കിട്ടുന്നത് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടല്ല, ഞാൻ അതല്ല ചോദിക്കുന്നത്. സാധാരണ ഒരു സാധാരണ ഒരു ടൈ കിട്ടിയാൽ അതെങ്ങനെ കെട്ടണം, അതൊരു ആർട്ടാണ്. ഓരോ സംഭവങ്ങളെ കുറിച്ച് നമുക്ക് അറിയണം കൃത്യമായിട്ട്. എങ്ങനെ നമുക്ക് അറിയാമോ, ചെയ്യാൻ പറ്റുമോ, എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും ഒന്ന് നോക്കി കണ്ടാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ട് എന്നൊക്കെ പറയാം നമ്മൾ. ഇപ്പോൾ ലോജിക്കൽ റീസണിങ്, അനാലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ഡാറ്റ അനാലിസിസ്, പ്രസൻസ് ഓഫ് മൈൻഡ്, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. ഡോക്ടർ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ പുസ്തകങ്ങൾ എഴുതുന്നതിൽ ബന്ധപ്പെട്ടുള്ള ഒരു ട്രെയിനിങ് ക്ലാസ് വെക്കാൻ വേണ്ടി പറ്റുമോ? ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് മാറും. ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് മാറ്റാം. കുറച്ച് ആൾക്കാരെ കിട്ടുക, വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുക, ദെൻ വി വിൽ സ്റ്റാർട്ട് മേക്കിംഗ് ഇറ്റ്, നോട്ട് എ ഇഷ്യൂ. കാരണം എല്ലാ PhD തീസിസിന്റെയും സെയിം സ്ട്രക്ചറാണ് ബുക്സും, അതെല്ലാം ഒന്നാണ്. പക്ഷെ ഇപ്പൊ നമ്മളൊരു ബുക്ക് എഴുതുന്ന സമയത്ത് ഇപ്പൊ എന്റെ ഒരു ബുക്ക് ഉണ്ട്, SDG എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് എന്ന് പറഞ്ഞിട്ടുള്ളതിന് പകരം സനാതന ധർമ്മ ഗോൾസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കില് അതിന്റെ സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. ഓരോരാൾക്കും നമ്മുടെ ബുക്ക് എഴുതുമ്പോൾ നമുക്ക് റൂളൊന്നും ഇല്ലല്ലോ. തിസിസ് എഴുതുമ്പോൾ ഒക്കെ ഒരു സ്റ്റൈൽ ഉണ്ട്. അപ്പൊ അതിനകത്തുള്ള ഞാൻ ചെയ്തിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആണ്. ഈ ബുക്ക് അങ്ങനെയാണ്. ഇതിന് ചാപ്റ്റർ ഒന്നുമില്ല, കാരണം 108 പോയിന്റുകളാണ്. അപ്പൊ ഇതിനകത്ത് ഒരു പോയിന്റ്, ഏത് പേജ് തുറന്നാലും 2 പോയിന്റ്, ഒരു ലെഫ്റ്റിലും റൈറ്റിലും ഓരോ പോയിന്റ് ആണ്. റൂട്ടഡ് ഇൻ ട്രഡീഷൻ, നർച്ചറിങ് ഇൻഡിജിനസ് കൾച്ചർ ഇൻ ദ മോഡേൺ വേൾഡ്. ഇന്നത്തെ ലോകത്ത് എങ്ങനെയാണ് നമ്മുടെ പഴയ ഭാരതീയമായ സങ്കല്പങ്ങളെ നമുക്ക് പാരമ്പര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ഊന്നി നിൽക്കാൻ പറ്റുക. എംപവറിംഗ് മൈൻഡ്, അഡ്വക്കേറ്റിംഗ് ദ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി. മനസ്സിനെ എങ്ങനെ നമുക്ക് പവർഫുൾ ആക്കാൻ പറ്റും, അത് എങ്ങനെ യൂണിവേഴ്സൽ എഡ്യൂക്കേഷനിൽ എങ്ങനെയാണ് ബാധകം. സേവ, ദ ആറ്റിറ്റ്യൂഡ് ടു, ഒരു സേവ ചെയ്യാന്ന് പറയില്ലേ, ഫൈൻഡിങ് പർപ്പസ് ത്രൂ സെൽഫ്ലെസ് സർവീസസ്. ഇങ്ങനെ 108 പോയിന്റ്സ് ആണ്. ഇതിന് ചാപ്റ്റർ അല്ല. അതുപോലെ ഞാനിപ്പോൾ എഴുതിയിട്ടുള്ള ഈ ബുക്ക് ഉണ്ട്, ഗീതാ മൈവേ, ഇതും ചാപ്റ്റർ അല്ല. ഓരോന്നും ഓരോ ഡിസ്കഷനാണ്, വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളുടെ ഡിസ്കഷനാണ്. റിലാക്സ് ആൻഡ് റീചാർജ്, എങ്ങനെയാണ് റിലാക്സ് ആൻഡ് റീചാർജ് ഭഗവത്ഗീതയിൽ എന്താണ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അതൊരു ഡിസ്കഷൻ ഫോറത്തിലാണ്. ഒരു കവിത എഴുതുന്ന സമയത്തോ റിതം ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു കവിത, ഈ കവിത എങ്ങനെയാ, ഓരോ കവിതകൾ ഓരോന്നല്ലേ. പക്ഷെ അക്കാഡമിക് ആയിട്ടുള്ള പുസ്തകം എഴുതുമ്പോൾ, നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പുസ്തകം എഴുതുമ്പോൾ അതിന്റെ സ്റ്റൈല് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതൊരു എൻ്റെ മകന്റെ PhD തീസിസ് ആണ്, അത് പുസ്തകമാക്കിയിട്ടുണ്ട്. അപ്പൊ ആ പുസ്തകമാക്കുന്ന സമയത്ത് PhD കൊടുത്ത അതേ സംഭവമാണ് പുസ്തകമായിട്ടുള്ളത്. അപ്പൊ ഇതിന് ചാപ്റ്റർ ഉണ്ടാവും. അപ്പൊ അതിന് ഒരു സിനോപ്സിസ് ഉണ്ട്, ലിറ്ററേച്ചർ സർവേ ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ഉണ്ട്, കുറെ ചാപ്റ്ററുകൾ ഉണ്ട്. ഓരോ ചാപ്റ്ററിലും ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യും. സാധാരണ ഒരു 7-8 ചാപ്റ്ററെങ്കിലും ഉണ്ടാവും. ആദ്യത്തെ ഇൻട്രൊഡക്ഷനും പിന്നെ ഒരു ലിറ്ററേച്ചർ സർവേയും കഴിഞ്ഞാൽ 4 ചാപ്റ്ററെങ്കിലും പ്രോബ്ലം, 5ാമത്തേത് ലാസ്റ്റ് കൺക്ലൂഷൻ ആൻഡ് റിസൾട്ട്. അതേപോലെ 7 ചാപ്റ്ററാണ്. എല്ലാത്തിലും ഇതേ റൂളാണ്. അപ്പൊ ഒരു വിഷയത്തിൽ എഴുതുന്ന ഒരു അതെന്ന് പറയുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ്. അപ്പൊ എന്തിലാണ് താല്പര്യം അത് എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതാക്കി മാറുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. പ്രാക്ടിക്കൽ സ്കില്ലാണ്. അത് വെള്ളത്തിൽ ഇറങ്ങിയാലേ നമുക്ക് നീന്തം പഠിക്കാൻ പറ്റുള്ളൂ. അതുപോലെ കുറെ കണ്ടന്റ് ഉണ്ടാവുമ്പോൾ അതെങ്ങനെ കമ്പൈൽ ചെയ്തിട്ട് ബുക്കാക്കണം എന്നുള്ളത് ഒരു ബുക്ക് എഴുതുമ്പോഴത്തേക്കും പഠിക്കും. അതല്ലാതെ ഞാൻ എഴുതുന്ന ഒരു ബുക്ക് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവമാണ്. കാരണം നിങ്ങൾക്ക് അബ്സോർബ്ഡ് ആവില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ വിഷയം ചെയ്യുമ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഒരു സബ്ജക്ട് എടുക്കുക, കുറേ കണ്ടന്റ് ഉണ്ട്, കുറേ ഡാറ്റ ഉണ്ട്, ഇതെല്ലാം കൂടി ഒരു ബുക്ക് ആക്കണം എന്ന് പറഞ്ഞാൽ വി വിൽ സിറ്റ് ടുഗദർ ആൻഡ് മേക്ക് എ ബുക്ക്. ഇപ്പൊ അടുത്ത കാലത്ത് മൈസൂരിൽ നിന്ന് വിളിച്ചു, കുറേ ആൾക്കാരുടെ കുറേ ആർട്ടിക്കിൾസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ബുദ്ധിമുട്ടായി മാറി, ഒരു ബുക്കാക്കി മാറ്റണം. ഞാൻ പറഞ്ഞു വരാം, വന്ന ഒരാഴ്ച 2 ആഴ്ച താമസിക്കേണ്ടി വരും. വി വിൽ ഫിനിഷ് ദ ബുക്ക് എടുക്കാം. അങ്ങനെ ചെയ്യാം. 2 ആഴ്ച കൊണ്ടിരുന്ന ഒരു ബുക്ക് തീർക്കാം. ഒരു 500 പേജിന്റെ ബുക്കൊക്കെ തീർക്കണമെങ്കിൽ 2 ആഴ്ച കൊണ്ട് തീർക്കാം. അതൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പൊ വിജില ആദ്യം ചെയ്യേണ്ടത് പറ്റുന്ന എല്ലാവരെയും അതിനകത്ത് ആഡ് ചെയ്യാം. ഞാൻ കുറേ എന്റർടൈൻമെന്റോ അല്ലെങ്കിൽ ആർട്ടോ ക്രാഫ്റ്റോ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇതെല്ലാം ചെയ്തിട്ട് വരണം ആൾക്കാർ. ഇപ്പൊ ഞാൻ 4 കയറുകൊണ്ട് ഒരു സാധനം കെട്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം കാണിച്ചു കൊടുത്താൽ ആ കയറും കമ്പും വള്ളിയും ഒക്കെ നമ്മൾ മേടിച്ചു വെക്കേണ്ട കാര്യമില്ല. ആ സാധനങ്ങളുമായിട്ട് കിറ്റുമായിട്ട് വരുന്നിട്ടാണ് അവർ കാണിച്ചു കൊടുക്കുക, ഇതാണ് ഞാൻ ചെയ്തതെന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർക്ക് ഇനീഷ്യേറ്റീവ് ഉണ്ടാവുക. ഇപ്പൊ ഞാൻ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പ്ലെയിൻ ഉണ്ടാക്കുന്ന ഒരു സാധനം കൊടുത്തു, ഞാൻ പേപ്പർ കൊടുത്തിട്ട് അവിടെ ഉണ്ടാക്കാൻ പഠിപ്പിക്കണം. ആ വീഡിയോ നോക്കിയിട്ട് 4 പ്രാവശ്യം നോക്കിയിട്ട് ഉണ്ടാക്കാൻ പഠിക്കുമ്പോഴല്ലേ അവർ ക്രിയേറ്റീവ് ആവുക. അങ്ങനെ 10 വീഡിയോ അയച്ചു കൊടുത്താൽ നിങ്ങൾ 10ഉം ചെയ്യണ്ട, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒന്ന് ചെയ്താൽ മതി. വേറൊരാൾ അവർക്ക് താല്പര്യമുള്ള ഒരേ സംഭവം തന്നെ എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുക, ആയിക്കോട്ടെ, ദെൻ വി വിൽ ടേക്ക് അപ്പ് ദ അതർ വൺ. നിങ്ങളുടെ അടുത്ത് പ്രൊജക്ടർ ഉണ്ട്, വി വിൽ പുട്ട് ഓൾ ദ വീഡിയോസ്. ഞാനൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഒരു പെൻ ഡ്രൈവിലോ എന്തെങ്കിലും ആക്കി അല്ലെങ്കിൽ എൻ്റെ ലാപ്ടോപ്പ് കണക്ട് ചെയ്ത് യു ക്യാൻ പ്ലേ ഇറ്റ്. അത് കണ്ടിട്ട് ചെയ്യുന്നതായിരിക്കും അവർക്ക് കൊടുക്കുന്ന ഒരു അസൈൻമെന്റ്. അത് 2-3 പ്രാവശ്യം കണ്ടിട്ട് ചെയ്തിട്ടുള്ള ഒരു 4-5 പേരുണ്ടാവുമ്പോൾ ബാക്കിയുള്ളവർ അത് പഠിപ്പിക്കും. അത് ഏത് പ്രായത്തിലും ചെയ്യാം. അപ്പൊ ഇങ്ങനെ കുറേ ആക്ടിവിറ്റികളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ എത്ര പേർക്ക് താല്പര്യമുണ്ട്, എത്ര പേര് അത് കാണാൻ നോക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടായാലാണ് അവർക്ക് പ്രൈമറി ടീച്ചർ ആവാൻ പറ്റുക. ഡാൻസിനും പാട്ടിനും ക്രാഫ്റ്റിനും ഒന്നും താല്പര്യമില്ലാത്തവർ എങ്ങനെയാണ് നഴ്സറി LKG UKG ടീച്ചർ ആവുക? അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെന്റ് ഒരു ദിവസത്തെ ക്ലാസ്സേ വേണ്ടു. യു ക്യാൻ മേക്ക് യുവർ ഹാൻഡ് റൈറ്റിംഗ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ റീഡബിൾ ആവും, ലെജിബിൾ ആവും, വളരെ വ്യക്തമായിട്ട് വായിക്കാൻ പറ്റുന്ന തരത്തിലാവും, സ്റ്റൈലിഷ് ആവുന്നല്ല ഞാൻ പറഞ്ഞു. അത് ഒരു വിധം നന്നായിട്ട്. എത്ര ബെസ്റ്റായിട്ട് ഷിനുവിന്റെ മോളൊന്ന് പടം വരച്ചത്, വളരെ ബ്യൂട്ടിഫുൾ. ചെറിയ 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 സംഭവങ്ങളൊക്കെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഒബ്സർവ് ചെയ്തിട്ട് വരക്കുന്നത്. ആ സ്കെയിലിംഗ് ഒക്കെ അതിൻ്റെയൊക്കെ ഒരു ടെക്നിക്കാണ്. ആ സ്കെയിലിംഗ് അറിയുന്ന ആൾക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് നോക്കുമ്പോഴേ ഞാൻ പറഞ്ഞു ഈ കുട്ടിക്ക് അറിയാം. നാരായണൻകുട്ടി ഉണ്ടായിരുന്നു അല്ലേ, എൻകുട്ടി നമ്മൾ പറഞ്ഞില്ല, ഞാൻ നോക്കുമ്പോഴേ പറഞ്ഞില്ലേ ഇത് സ്കെയിലിംഗ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആണ്. ആ നോട്ടം നോക്കും പറയാം, പെൻ വെച്ചിട്ട് നോക്കും പറയാം, ആ സ്കെയിലിംഗ് പഠിച്ചിട്ടുണ്ട്, അപ്പൊ ഡ്രോയിങ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ കുറെ എക്സാമ്പിൾസ് ചെയ്യുമ്പോഴാണ്, അവരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ബാക്കിയുള്ളവരും കൂടി പഠിക്കുക. റൈറ്റ്, അതൊക്കെ ചെയ്യാൻ പറ്റും, വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന സംഭവം. ഒരു ഷിനുവിന്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു ഞാൻ, യമനിയമങ്ങളിലെ പ്രത്യാഹാരങ്ങളുടെ സാധ്യതകൾ, പ്രത്യേകത. നമ്മൾക്ക് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാരം 5ാമത്തെ സ്റ്റെപ്പാണ്. യമ നോൺ വയലൻസ്, നിയമ സെൽഫ് ഡിസിപ്ലിൻ ആണ്. സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ 8 മണി എന്ന് പറഞ്ഞാൽ 8 മണിക്ക് മുമ്പ് ചേരുക എന്നുള്ളതാണ്. 8:04 ചേർന്നാൽ നിങ്ങൾക്ക് നിയമമില്ല, യു ആർ ഔട്ട് ഓഫ്. ആ നിയമം ഇല്ലാത്തവരാണ് കുഴപ്പം. യമ നിയമ ആസനം, പിന്നെ യോഗാസനം, പ്രാണായാമം, ബ്രീത്തിങ് ടെക്നിക്കുകൾ. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാരം. ആ പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്ദ്രിയങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ എനിക്ക് ഒന്നിനും ധ്യാനത്തിലേക്ക് എത്താൻ പറ്റും. ധ്യാനത്തിലേക്ക് എത്തുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്ദ്രിയങ്ങളെ എനിക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് പ്രത്യാഹാരം, ഏതിലാണോ ആഹാരിക്കേണ്ടത് വിഹരിക്കേണ്ടത് അവിടെ മാത്രം കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങോട്ടും അങ്ങോട്ടും വിഹരിച്ചു പോവാതെ ഒരു സ്ഥലത്തേക്ക് ആഹാരമാക്കിയിട്ട് മാറ്റുക. കാണേണ്ടത് കാണുക മാത്രം ചെയ്യുക, കാണേണ്ടത് മാത്രം കാണുക. എനിക്ക് എന്താണോ ആവശ്യം അതിന് മാത്രം ആവശ്യമുള്ള ആഹാരമായിട്ട് മാറ്റുക. അപ്പൊ അങ്ങനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഇന്ദ്രിയ കൺട്രോൾ എന്നാണ് സാധാരണ ട്രാൻസ്ലേഷൻ നിങ്ങൾ കാണും. അതാണ് അതിന്റെ അർത്ഥം. അങ്ങനെ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്താൽ പ്രത്യാഹാരം കഴിഞ്ഞാൽ ധാരണ, അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഫോക്കസ് ചെയ്യണമെങ്കിൽ ആദ്യം ബാക്കിയുള്ളതിൽ നിന്നൊക്കെ ഞാൻ മാറ്റണ്ടേ. എല്ലായിടത്തേക്കും ഡൈവേർജ് ചെയ്ത് പോകുന്നതിന് വരെ കൺവെർജൻസ് ഉണ്ടാക്കണം. ആ കൺവെർജൻസ് ഉണ്ടാക്കുന്നതാണ് പ്രത്യാഹാരം. പിന്നെ ഫോക്കസ് ചെയ്യും. അങ്ങനെ ഫോക്കസ് ചെയ്ത് അതിൽ മാത്രം ധാരണ, ബാക്കി ചിന്തകളൊക്കെ മാറ്റി ഒന്നിൽ മാത്രം ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോൾ പറയുമ്പോൾ ഞാൻ ഇതിലേ ഉള്ളൂ ശ്രദ്ധ. ആ ശ്രദ്ധ എനിക്കുണ്ടാകുന്ന സമയത്ത് പ്രത്യാഹാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ധാരണയിലെത്താൻ എളുപ്പമാണ്. പിന്നെ ധ്യാനത്തിലേക്ക് പോകാൻ പറ്റും. അത് തന്നെയാവും എൻ്റെ ധ്യാനം. ധ്യാനത്തോടു കൂടിയാണ് ചെയ്യുന്നത്, വേറെ ഒരു ചിന്തകളും ഇല്ല. ഞാൻ പൂർണ്ണമായിട്ട് അതിനകത്ത് ഇമ്മേഴ്സ്ഡ് ആണ്, ഐ എം എൻജോയിങ്. അങ്ങനെ എത്തിയാൽ എനിക്ക് നാളെ സമാധിയിലേക്ക് എത്താൻ പറ്റും. സമാധിയിലേക്ക് എത്തുമ്പോൾ എൻ്റെ ബുദ്ധി വർക്ക് ചെയ്യില്ല,
എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യുന്ന പോലെ, വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ചിന്തിക്കാത്തതുപോലെ, ഡ്രൈവ് ചെയ്യുമ്പോൾ ചിന്തിക്കാത്തതുപോലെ, ക്ലാസ് എടുക്കുമ്പോൾ ചിന്തിക്കാത്തതുപോലെ, എന്ത് ചെയ്യുമ്പോഴും ചിന്തിക്കാതെ ചെയ്യാൻ പറ്റും. ചിന്തിക്കുമ്പോഴാണ് ടയേർഡാവുക, ചിന്തിക്കാതിരിക്കുമ്പോൾ ടയേർഡാവില്ല. ചിന്തകളില്ല, ഒക്കെ മനസ്സിൽ നിന്നാണ് വരിക. ഇന്ന് ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു, നാളത്തെ പോസ്റ്റിംഗ് കാണുമ്പോൾ എഫക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് ടീച്ചിങ് എന്നാണ് പറയുക. ഈ എഫക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് എഫക്റ്റീവ് ആവണം. അതെന്റെ മനസ്സിൽ നിന്ന് വരുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കയറുക. ഇപ്പൊ ഞാൻ പറയുന്നത് ബുദ്ധി എന്നാവുമ്പോൾ എന്തോ പഠിച്ചു വെച്ചിട്ടുള്ള കുറെ കൊട്ടേഷൻസ് ഇങ്ങനെ പറന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് പറ്റില്ല. എന്റെ മനസ്സിലാകുമ്പോൾ എളുപ്പം എനിക്ക് പറ്റും. ഇപ്പൊ വിഷൻ മിഷൻ എന്ന് പറഞ്ഞൊരു പാരഗ്രാഫ് അയച്ചു തന്നാൽ 5 മിനിറ്റ് കൊണ്ട് ഞാൻ തിരിച്ചയച്ചു കൊടുക്കും. അത് മാത്രമല്ല ചെയ്യുന്നത്, അതിന്റെ പാരലി ചെയ്യുന്നത് വേറെ ഏതോ ഒരു കമ്പനി, വേറൊരു കമ്പനി ആയിട്ടുള്ള പല കമ്പനികളുടെയും കൺസൾട്ടേഷൻ ചെയ്യുന്ന ഒരാളാണ്. അവരുടെ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിലെ ലീഗൽ റൂൾസ് കംപ്ലീറ്റ് എഴുതിക്കുന്നതിന്റെ ഇടയിലായിട്ട് ചെയ്യുന്നത്. അത് അരമണിക്കൂർ എടുക്കുമെങ്കിൽ ഇത് 2 മിനിറ്റ് എടുക്കുമെങ്കിൽ ഇത് ഈ 2 മിനിറ്റ് ആദ്യം തീർത്തു കൊടുത്തിട്ടാണ് അരമണിക്കൂറിന് ഇരിക്കുക. കാരണം അത് അരമണിക്കൂറുള്ളത് 32 മിനിറ്റ് ആവുമായിരിക്കും. ഇത് 2 മിനിറ്റ് ഉള്ളത് ഞാൻ കാത്തിരുന്ന ഒരാൾ അരമണിക്കൂർ കൊണ്ട് കാത്തിരിക്കണ്ടേ. അപ്പൊ ചെറിയ ചെറിയ സംഭവങ്ങൾ എളുപ്പം ഡിസ്പേഴ്സ് ചെയ്യാം. ആ ഡിസ്പേഴ്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ടാവും, ചാറ്റ് ചെയ്യുന്നുണ്ടാവും, വേറെ എന്തെങ്കിലും വായിക്കുന്നുണ്ടാവും, അതിനകത്ത് TV കാണുന്നുണ്ടാവും. ഇതെല്ലാം കൂടി ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ വി ആർ എ മൾട്ടിമീഡിയ പേഴ്സൺ. പല കാര്യങ്ങളും നമുക്ക് കൂടെ ചെയ്യാൻ പറ്റും. ആ എബിലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴാണ് നമ്മൾ ഇതൊക്കെ പാരലൽ പ്രോസസ്സിംഗ് എന്നാ പറയുക. നമ്മളൊക്കെ ഒരു പാരലൽ പ്രോസസ്സിംഗ് മെഷീനാണ്. അത് അങ്ങനെയാണ്. ഡ്രൈവ് ചെയ്യുന്ന ഒരാൾക്ക് പാട്ട് കേൾക്കാൻ പറ്റില്ലേ? പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ഒരാൾക്ക് പാട്ട് കേൾക്കാൻ പറ്റും? ഞാൻ ഡ്രൈവ് ചെയ്യാണ്, എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. പിന്നെയോ കുറച്ച് കഴിഞ്ഞ് നല്ല പ്രാക്ടീസ് ആകുമ്പോൾ കുഴപ്പമില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും വളരെ കാഷ്വലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ്, അതിനെയാണ് മെഡിറ്റേഷൻ. അതുകൊണ്ട് മെഡിറ്റേഷൻ കണ്ണടച്ചിരുന്ന് ചെയ്യുന്നതല്ല. പലരും അങ്ങനെ പറയും, ഞാൻ കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള പഴയ ആരോ പഠിപ്പിച്ചിട്ടുള്ള മണ്ടന്മാർ പഠിപ്പിച്ചിട്ടുള്ള മെത്തേഡാണ്. എൻ്റെ ഗുരു ഹിമാലയൻ ട്രഡീഷൻ നമ്മളൊക്കെ പഠിപ്പിക്കുന്നത് മെഡിറ്റേഷൻ ഇൻ ആക്ഷൻ എന്നാണ്. നമ്മളൊരു പണി ചെയ്യുമ്പോൾ അത് ശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോൾ ടയേർഡ് ആവാതെ മണിക്കൂറുകളോളം ചെയ്യാൻ പറ്റുന്ന എൻ്റെ എബിലിറ്റിയാണ് ഞാൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഭക്തി ധ്യാനം എന്ന് പറയുന്നത് കണ്ണടച്ചിരുന്നിട്ട് പുക കൊള്ളലല്ല, എന്നിട്ടൊരു ഭഗവാന്റെ മുമ്പിൽ ഇരുന്നിട്ട് സമയം വേസ്റ്റ് ചെയ്യലല്ല. അതുകൊണ്ടാണ് കർമ്മയോഗം. ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ കർമ്മമാണ് നിങ്ങളുടെ മെഡിറ്റേഷൻ. കർമ്മത്തിനാണ് പ്രാധാന്യം. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ മാറണം, നമ്മൾ പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വിചാരിച്ചാൽ ഈ സിദ്ധാന്തങ്ങളൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ പോകും. ആ സിദ്ധാന്തങ്ങൾക്ക് ഉള്ളിൽ കുറേ വിലയുണ്ടായിരുന്നു. ആ വിലയുള്ള സംഭവങ്ങൾ നമ്മൾ മറന്നുപോയി വെറും സൂപ്പർഫിഷ്യലായിട്ട് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ നശിച്ചു പോകുന്നത്. ഇന്നലെ ആ ടിബറ്റൻ ലേഡി പറഞ്ഞത് അതാണ്. ബുദ്ധ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം. കാരണം ആരുമില്ല പഠിപ്പിക്കാൻ പറ്റില്ല. ഇന്ത്യൻ ഫിലോസഫിയിൽ പണ്ട് ബുദ്ധിസ്റ്റ് ഫിലോസഫി വലിയ ഭാഗമായിരുന്നു. ഞാൻ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയ സമയത്ത് ബുദ്ധിസ്റ്റ് ഫിലോസഫി ഒരു കാലത്ത് PhD കൊടുത്ത സ്ഥലമാണ്. ഇപ്പൊ ആരുമില്ല, പ്രൊഫസറേ ഇല്ല അവിടെ. ബുദ്ധിസ്റ്റ് ഫിലോസഫി പഠിപ്പിക്കാൻ ആളില്ല. അപ്പൊ അങ്ങനെ നശിക്കും. കുറച്ചു കാലം കഴിയുമ്പോൾ ഇതൊക്കെ നശിച്ചു പോകും. ഇതൊക്കെ നമ്മളാണ് നിലനിർത്തേണ്ടത്. അപ്പൊ അത്തരം കുറെ ഭാരതീയമായ സങ്കല്പങ്ങളും ഒക്കെ നമ്മുടെ ഭാഗമായിട്ട് മാറണം, പഠിക്കണം. അതൊക്കെയാണ് ഈ യോഗ യൂണിവേഴ്സിറ്റിയുടെയും എന്റെയും ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഗുഡ് ഇനഫ്. വിജില മ്യൂട്ടഡ്. അതുപോലെ നമുക്ക് ഏതെല്ലാം ഏജ് ഗ്രൂപ്പ്സിന് ഇത് അറ്റൻഡ് ചെയ്യാം എന്നുള്ളൊരു ഏത് 3 വയസ്സ് മുതൽ ഞാനൊരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയിരുന്നു. ഭാരതീയം എന്നാണ് അതിന്റെ പേര്. ഡൽഹിയിൽ 2005 ഭാരതീയം എന്നാണ് ക്വിസ് കോമ്പറ്റീഷന്റെ പേര്. ഇതേ ചോദ്യം ചോദിച്ചിരുന്നു ആർക്കൊക്കെ അറ്റൻഡ് ചെയ്യാം. ഞാൻ 3 വയസ്സുള്ളത് മുതൽ 90 വയസ്സുള്ള ആൾ വരെ അറ്റൻഡ് ചെയ്തു. അതെങ്ങനെ എല്ലാവരും ചോദിക്കാം? എനിക്കറിയാം എങ്ങനെ ചെയ്യേണ്ടത്. 3 വയസ്സുള്ള ആളുടെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവര് ഇപ്പൊ രാമൻ ആരാന്ന് ചോദിച്ചാൽ സീതയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് സമ്മാനം കൊടുത്താൽ പോരെ. അതേ സമയത്ത് രാമൻ ആരാന്ന് ചോദിച്ചാൽ ധർമ്മത്തിന്റെ അധിപനാണെന്ന് പറയുമ്പോൾ അയാൾക്ക് വേറെ കൊടുക്കുക. നമ്മൾ ഓരോ ലെവലിലും അവരുടെ ഉത്തരങ്ങൾക്ക് ഒരു ലെവലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വന്നിട്ടുള്ള എല്ലാവരും ഈ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ ഇത് വിജയിക്കുള്ളൂ. ഞാൻ ചെയ്ത കുറേ സംഭവങ്ങൾ യൂട്യൂബിലുണ്ട്. അതിനകത്ത് തന്നെ കുറേ അസൈൻമെന്റ്സ് ഞാൻ കൊടുത്തു, 4 എക്സാമ്പിൾസ് അയച്ചു തന്നിട്ട് അത് ഞാൻ ആരെങ്കിലും ചെയ്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് അയക്കുമ്പോഴാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തു ഞാൻ അറിയാം. അപ്പൊ അതുകൊണ്ട് ഏത് ഏജ് ആയാലും കുഴപ്പമില്ല, അതിന് താല്പര്യമാണ് വേണ്ടത്. ഇപ്പൊ സാധാരണ എനിക്കൊരു ചെറിയ കുട്ടി ഉണ്ടായാലും ഞാൻ പട്ടം പറപ്പിക്കുമ്പോൾ ഞാൻ പട്ടം ഉണ്ടാക്കുന്ന സമയത്ത് അത് എനിക്ക് 90 വയസ്സായാലും എൻ്റെ കൊച്ചുമകളെ ഞാനത് വെച്ചിട്ട് കളിപ്പിക്കില്ലേ. അപ്പൊ ഞാനും അത് ഉണ്ടാക്കും, ആ കുട്ടിക്കും അത് ഉണ്ടാക്കാൻ ഞാൻ പഠിപ്പിച്ചു കൊടുക്കൂലേ.
സി യു ആർ റണ്ണിങ് എ കിൻഡർ ഗാർട്ടൻ റൈറ്റ്. ഇനി അത് എങ്ങനെ ചെയ്യും, അതെങ്ങനെ ഡോക്യുമെന്റ് ചെയ്യുമെന്ന് പഠിപ്പിക്കുന്നതായിരിക്കും IT-യിലുള്ള ഒരാളുടെ പങ്ക്. IT BTech ഉള്ള ഒരാളാണ്. ഇതെങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതെങ്ങനെ ഡോക്യുമെന്റ് ചെയ്യാം. ഒരു എഴുത്തുകാരനാണ്, ഒരു കവിയാണ്, അത് കാണുമ്പോൾ അയാൾക്ക് ഒരു കവിത എഴുതാൻ തോന്നും. നിങ്ങളുടെ താല്പര്യം എന്താണോ അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇൻപുട്ട് കിട്ടുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ന് നോക്കി കണ്ടുപിടിച്ച് അതിൽ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രോഗ്രാം സക്സസ് ആവും. നമ്മളെല്ലാവരും കൂടിയാ പഠിക്കുക. ഓരോരാളും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടലും അത് റിവൈവ് ചെയ്യലും. ഇന്നതാണ് കൃത്യമായിട്ട് പ്ലാൻ എന്ന് വെച്ചിട്ട് ഞാൻ ഒരു പണിക്കും പോകാറില്ല. അങ്ങനെ ചെയ്ത് ഞാൻ ക്രിയേറ്റീവേ അല്ലല്ലോ. 5 ദിവസത്തെ വർക്ക്ഷോപ്പിന് ഡൽഹി പോയ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഡേ തന്നെ അതാ പറഞ്ഞത്. നിങ്ങളൊക്കെ ആ ഭാഗ്യം കിട്ടുകയും ചെയ്തു. എന്താ കാരണം, എളുപ്പം ഇന്ന് പിന്നെ നാളെ രാവിലെ വരുന്ന വീഡിയോ നോക്കിയാൽ കാണാം, 6 മണിക്ക് വരുമോ. കരോതി കല്യാണം എന്നുള്ളതിന് പകരം കുരുത്വം കല്യാണം എന്നാണ് അവരുടെ പ്രയർ. പ്രയറിൽ തന്നെ മിസ്റ്റേക്ക് കണ്ടു. എനിക്ക് കിട്ടി തുടങ്ങാൻ വല്ല കാര്യം വേണം, നല്ലോണം പറഞ്ഞു. പ്രയർ പോലും തെറ്റിച്ച് ചെല്ലുന്നൊരു സ്കൂളാണ് എന്ന് പറയുന്ന സ്കൂളിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ഞാൻ ആദ്യം പറഞ്ഞത് പ്രയറിൽ തെറ്റുണ്ട്. ഇത് ഞാൻ പ്രിപ്പയർ ചെയ്ത് പറയുന്ന കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഗൂഗിൾ ചെയ്യും. ഇതുവരെ നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ടില്ല, ഇത് കേട്ടതേ ഉള്ളൂ, ആലോചിച്ചിട്ടില്ല ശരിയാണോ. കാരണം അതിന്റെ അർത്ഥം ആലോചിച്ചിട്ടില്ല. ശുഭം കുരുത്വം കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും? അറിയില്ല, ആർക്കും അറിയില്ല. വലിയ ഡാൻസുകാരുണ്ട്, അമേരിക്കയിൽ പോയിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്, ലണ്ടനിൽ പോയിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഡോക്ടറേറ്റുള്ള ആളാണ് ഡാൻസിൽ. ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ പോലും ഇത് ആലോചിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല. അണ്ടർസ്റ്റുഡ്. അപ്പൊ പ്രിപ്പയർ ചെയ്തിട്ടല്ല പോവാ, അവിടെ ഉള്ള പ്രസൻസ് ഓഫ് മൈൻഡിൽ അവിടെയാണ് ചെയ്യാൻ. പക്ഷെ ഇത് വ്യത്യസ്തമായ കുറെ ഗ്രൂപ്പുകൾ ഉണ്ടായിട്ട് ഇങ്ങനെ ചെയ്യണം, നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അത് വളരണം എന്നൊക്കെ തോന്നുമ്പോഴാണ് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇൻപുട്സ് ഒക്കെ തരാൻ ശ്രമിക്കുന്നത്. ഇതൊന്നും ഇല്ലെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഏതെങ്കിലും സ്കൂളിൽ പോയിട്ട് ക്ലാസ് എടുത്തിട്ട് പോകുന്ന പോലെ അല്ല എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടാണ്, ഒരു പാർട്ട്ണർഷിപ്പ് തോന്നുന്നതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറയുന്നത്. കാരണം ഇതിന് ഫലം ഉണ്ടാവണം, ഒരു പുതിയൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രയത്നത്തിലാണ്. അപ്പൊ അതുകൊണ്ടല്ലേ കുറെ പ്രാവശ്യം ചോദിക്കുന്നത് നിങ്ങളുടെ അഡ്മിഷന്റെ നോട്ടീസ് അടിച്ചോ, അത് പോസ്റ്റ് ചെയ്തുവോ. അത് ഞാൻ ഫേസ്ബുക്കിൽ കാണണം, അപ്പോഴല്ലേ പോസ്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഫേസ്ബുക്കിലാണ് കണ്ടിട്ട് ആൾക്കാർ വരുന്നല്ല പറയുന്നത്, അത് സർക്കുലേഷൻ വരണം. അപ്പൊ അങ്ങനെ നല്ലപോലെ അത് എല്ലാവർക്കും അയച്ചു കൊടുക്കണം, ആ ഗ്രൂപ്പിലിടണം, ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുക്കുക, സെൻഡ് ടു സംബഡി എൽസ്. എൻകുട്ടിയൊക്കെ നല്ലപോലെ കുറേ കോണ്ടാക്റ്റുകൾ നല്ലപോലെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എത്ര പേരുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് തന്നെ. ഇപ്പൊ ഷിനുവിനെയൊക്കെ എനിക്ക് പരിചയം എൻകുട്ടിയുടെ കൂടെയല്ലേ. ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് എനിക്ക് വളരെ ചുരുക്കം പേരെ അറിയുള്ളൂ. സോ യു ഷുഡ് കണക്ട് ടു പീപ്പിൾ. അതുകൊണ്ട് സ്വന്തം കുറെ പണി ചെയ്യേണ്ടി വരില്ല. ഞാനിപ്പോ ഇന്ന് പറഞ്ഞില്ലേ ഭക്ഷണത്തിന്റെ കാര്യം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ പറഞ്ഞില്ലേ, എൻകുട്ടിയോട് സംസാരിക്കുക, എൻകുട്ടി ഷറഫിനോട് പറഞ്ഞു, ചിലപ്പോൾ സംഭവം നടന്നു. നമ്മൾ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യും. എൻ്റെ മകൻ്റെ ഒക്കെ കല്യാണ റിസപ്ഷൻ ഞാൻ വളരെ കൂളായിരുന്നു, എനിക്കൊരു പണിയുമില്ല. സംഭവങ്ങളൊക്കെ വേറെ എത്രയോ പേര് ചെയ്തു, എത്ര ഫെന്റാസ്റ്റിക് ആയിട്ട് ചെയ്തു. ലോകത്തിൽ ആരും ചെയ്യാത്ത സംഭവങ്ങളൊക്കെ അല്ലേ നമ്മൾ ചെയ്തത് അല്ലേ. നാട് തന്നെ വലിയ വ്യത്യസ്തമായിട്ടുള്ള തരത്തിൽ ചെയ്യാൻ പറ്റില്ല. അധികം കാശും ചെലവായിട്ടില്ല, അധികം എഫേർട്ടും ഇല്ല, വളരെ റിലാക്സ്ഡ് ആയിട്ട് കൂളായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവന്റുകളൊക്കെ നടത്തണമെങ്കിൽ ഡോണ്ട് ടേക്ക് ഓൾ ദ റെസ്പോൺസിബിലിറ്റി. ആദ്യം അറിയേണ്ടത് കുറേ പേർക്ക് ആ റെസ്പോൺസിബിലിറ്റി കൊടുക്കണം. ചിലത് വിജില നേരിട്ട് ചെയ്യേണ്ടി വരും, പക്ഷെ ബാക്കി പല കാര്യങ്ങളും ചെയ്യാൻ ഓരോരാൾക്കും അലോക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് ലീഡർഷിപ്പ് ഉണ്ടാവും. ഇപ്പൊ നല്ലൊരു സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, കൾച്ചറൽ സെക്രട്ടറി, ആർട്ട് സെക്രട്ടറി, അക്കാഡമിക് സെക്രട്ടറി അതൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ കുറെ പണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. കുറെ പേരുണ്ടാവും വളണ്ടിയേഴ്സ്, പല ഓർഗനൈസേഷൻസും. പാരന്റ്സിനൊക്കെ ഇതിനകത്ത് ചേർക്കണ്ടേ? ആ ഗ്രൂപ്പിൽ പാരന്റ്സ് ഇല്ല. ഐ ഡോണ്ട് തിങ്ക് പാരന്റ്സ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന്റെ സ്ട്രെങ്ത് അതല്ലല്ലോ. ഇപ്പൊ പാരന്റ്സ് വേണ്ട, കാരണം അവരറിയണ്ട നമ്മൾ എന്താ ചെയ്യണം. ഈ ട്രാൻസ്പെറൻസി ഈസ് ദ വേൾഡ്. എല്ലാ വിവരവും എല്ലാവർക്കും. ഇപ്പൊ എനിക്കുള്ള വിവരം ഫുൾ ഞാൻ വിജിലൊക്കെ തന്നുകൊണ്ട് ഞാൻ പാപ്പരായി പോകുന്നില്ല. ഞാൻ അങ്ങനെ വിചാരിക്കുന്നതാണ്. എന്റെ കാശ് ഫുൾ ഞാൻ ആർക്കും കൊടുത്താലും ഞാൻ പാപ്പരായി പോകുന്നില്ല, അങ്ങനെ വിചാരിക്കുന്നതാണ് ഞാൻ. സോ ഐ ഷെയർ എവറിത്തിങ്, ഐ ഷെയർ. സോ യു മസ്റ്റ് ഷെയർ. ആ ഷെയർ ഉണ്ടാവണം. അപ്പോഴാണ് പാരന്റ്സിന് മനസ്സിലാവോ ഇങ്ങനെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പൊ അവർ അയൽവാസികളോട് പറയും.
അങ്ങനെ അതാണ്. ഇതിപ്പോ ഇതിനകത്തും പാരന്റ്സിന് ചേരാൻ നിങ്ങൾ ഇത് അയച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ഈസ് ദർ എനി പാരന്റ്സ് ഹിയർ? ഉണ്ടോ? അവർ ചോദിക്കണ്ടേ കുറെ ചോദ്യം. അവര് ദേ ഷുഡ് ഓൾസോ പ്രൊപ്പഗേറ്റ് ബിക്കോസ് ഇറ്റ്സ് യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓരോ കുട്ടിയും നമ്മൾ സാധാരണ പറയാ ഇത് എന്റെ സ്കൂളാണെന്നല്ലേ പറയാം, അതിന് ഓണർഷിപ്പ് ഉണ്ടെന്ന് പറയാം. ഇത് എന്റെ നാടാണെന്ന് പറയും, ഇത് എന്റെ രാജ്യമാണെന്ന് പറയും. എനിക്ക് 1/2 സെന്റ് ഭൂമി പോലും ഇല്ലെങ്കിലും എനിക്ക് എന്റെ രാജ്യമാണെന്ന് പറയാമല്ലോ, അതെന്റെ ഓണർഷിപ്പാണ്. അപ്പൊ ഓരോരാളും, അതുകൊണ്ട് അലുമിനി അസോസിയേഷനൊക്കെ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അലുമിനി അസോസിയേഷൻ, അവരുടേതാണെന്നുണ്ടല്ല. ഞാൻ ഇവിടെയാണ് പഠിച്ചത്, വി ആർ ഗിവിങ് എഫേർട്ട്. ഇപ്പൊ ഞാൻ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത്? ഐ എം നോട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്, റൈറ്റ്? അപ്പൊ ആ ഒരു കമ്മിറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ടാവണം. എല്ലാ ടീച്ചേഴ്സിനും പാരന്റ്സിനും സ്റ്റുഡൻസിനും ബന്ധുക്കൾക്കും അവരുടെ പറ്റുന്ന ആൾക്കാരെയൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുമ്പോഴാണ് ദിസ് ബിക്കംസ് എ റിലേറ്റീവ്ലി എ ഡിഫറെന്റ് സ്റ്റൈൽ. ആ ഡിഫറെന്റ് സ്റ്റൈൽ ഉണ്ടാകുമ്പോൾ നമുക്കൊരു പാർട്ട്ണർഷിപ്പ് കിട്ടും, ഞാനൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ. അതേ ഉള്ളൂ ആ ക്രെഡിറ്റ്. ഞാൻ പറയുന്നത് മാറണം എന്നാ പറയുന്നത്. മടിയാണെന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, അതുകൊണ്ട് എനിക്കും ഗുണമില്ല നിങ്ങൾക്കും ഗുണമില്ലല്ലോ. ഞാൻ ഇങ്ങനെയല്ല എക്സ്പെക്ട് ചെയ്യുന്നത്, നിങ്ങൾ മാറണം എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. അതേ വാക്ക് പറയുന്ന പോലെ ഞാൻ പറയണമെങ്കിൽ ഇപ്പൊ പറയാം, ഞാനത് പറയില്ല. യു ഷുഡ് ഡു ഇറ്റ്, വി ഷാൽ ഡു ഇറ്റ് എന്ന് ഞാൻ പറയാം. ഒരു ലിമിറ്റ് വരെ നമ്മൾ നോക്കും, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ പണിയുണ്ടല്ലോ. ഈ എനർജി ഇവിടെ ഉപയോഗിക്കുന്നതിന് വേറെ ഇടയ്ക്ക് ഉപയോഗിക്കാത്ത. എല്ലാരെയും മാറ്റാൻ പറ്റുന്നില്ല, മാറ്റാൻ പറ്റുന്ന കുറച്ച് പേരെങ്കിലും മാറ്റാൻ കുറച്ചൊരു ഇൻക്ലിനേഷൻ ഉണ്ടല്ലോ എത്രയും സമയം ജോയിൻ ചെയ്താൽ. അല്ലെങ്കിൽ ഇപ്പൊ 8 മണിയൊന്നും നല്ല സമയമൊന്നും അല്ല ഒരു ഗൂഗിൾ മീറ്റിന്. നിങ്ങൾ പറഞ്ഞുകൊണ്ട് 8 മണിയാകുമ്പോൾ യെസ് എന്ന് പറഞ്ഞു. ഇപ്പൊ എന്റെ ഓപ്ഷൻ ആണെങ്കിൽ ചിലപ്പോൾ 4 മണി വൈകുന്നേരം അല്ലെങ്കിൽ 3 മണിയൊക്കെയാണ് ഞാൻ പറയാം. 8 മണി എന്ന് പറഞ്ഞാൽ ഞാൻ ശരിയെന്ന് പറഞ്ഞു. ഐ ഡിഡ് നോട്ട് സേ നോ. ബാക്കിയുള്ളവർക്ക് വേണ്ടി നമ്മുടെ ചെറിയ സംഭവങ്ങളും ചെറിയ സമയങ്ങളൊക്കെ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ദാറ്റ് ബിക്കംസ് എ ഗ്രേറ്റ് ഇൻവെസ്റ്റ്മെന്റ്, റൈറ്റ്? ഇനി ആ ഒരു കൊട്ടേഷൻ എഴുതി അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് പറഞ്ഞ ദിവസം തന്നെ ചെയ്യാണ്ടിരിക്കേണ്ട. If you feel unsecured, you can't work. If you feel unsecured, എനിക്ക് ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഇല്ലാന്ന് വിചാരിക്കും, അൺകംഫർട്ടബിൾ ആയെന്ന് വിചാരിക്കും, യു കോണ്ട് വർക്ക്. നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരാളെ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പുറത്താക്കും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ ആൾക്ക് വർക്ക് ചെയ്യാൻ തോന്നില്ല. ഫൈൻ. ഇഫ് യു ഫീൽ സെക്യൂർഡ്, യു ഡോണ്ട് വർക്ക്. നമ്മൾ എന്തായാലും ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് എന്തായാലും ശമ്പളം കിട്ടുന്നു കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്യില്ല. അപ്പോൾ സെക്യൂർഡ് അല്ലെങ്കിലും വർക്ക് ചെയ്യില്ല, സെക്യൂർഡ് ആണെങ്കിലും വർക്ക് ചെയ്യില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ സെക്യൂർഡ് ആണ്, എനിക്കിപ്പോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, ലോകത്തൊന്നും സംഭവിക്കാൻ പറ്റുന്നില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഈ സമയമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ദിസ് ഇസ് ദ ടൈം യു മസ്റ്റ് ഫീൽ ഫോർ ദ അൺസെക്യൂർഡ് പീപ്പിൾ അറൌണ്ട് ആൻഡ് വർക്ക് ഫോർ ദം. ഞാൻ സെക്യൂർഡ് ആകുമ്പോഴാണ്, ഞാൻ കംഫർട്ടബിൾ ആയിട്ടിരിക്കുമ്പോഴാണ് കംഫർട്ടബിൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അപ്പൊ അത് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ബുദ്ധിമുട്ടിയിട്ട് ഇപ്പൊ ഫ്ലൈറ്റ് പിടിച്ച് ഡൽഹി പോയി അവിടെ ഹോട്ടലിൽ താമസിച്ചു, അത് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തിനാ അത് ചെയ്യുന്നത്? അത് അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഏന കേന പ്രകാരേണ യസ്യ കസ്യാപി ദേഹിന സന്തോഷം ജനയത് പ്രജ്ഞ തദൈവം ഈശ്വര പൂജനം. ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുള്ള കാര്യം ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കർമ്മം ചെയ്യുമ്പോഴാണ് നമ്മൾ ഭഗവാന് സേവ ചെയ്യുന്നതിനേക്കാളും മെച്ചമായിട്ടുള്ളതെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ എൻ്റെ ഒരു വഴിപാടിന്റെ ഭാഗമാണ്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അതെ, നമുക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ മേക്ക് പീപ്പിൾ ഹാപ്പി wherever we are. Good enough. Ramya is happy. Okay. ജേഷ്മി ഒന്നും മിണ്ടണില്ല. ആദ്യത്തെ ദിവസമൊക്കെ എന്തൊക്കെയോ സംസാരിച്ചിരുന്നു ജേഷ്മ, പിന്നെ മതിയായി. കേട്ടിട്ട് കാര്യമില്ല. രമ്യച്ചൊക്കെ നല്ല കാലിബറും നല്ല സ്മാർട്ട് ആയിട്ടുള്ള ലേഡിയാണ്. നല്ല അടച്ചുപൂട്ടി വെച്ചോ പെട്ടിയില്, പുറത്തെടുക്കാണ്ടിരുന്നാ മതി. സട കൊടഞ്ഞ് എഴുന്നേക്ക്, അതാ വേണ്ട. നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയിതും ചിരം എന്നാണ്. നിമിഷം ജ്വലിതം ശ്രേയം, ഓരോ നിമിഷവും ജ്വലിച്ച് ജീവിക്കണം. നതു ധൂമയിതും ചിരം, ഉള്ളിൽ തീയുണ്ടായാൽ പുറത്ത് പുക മാത്രമേ വരുള്ളൂ. ഉള്ളിൽ തീയുണ്ട്, പക്ഷെ പുകയാണ് പുറത്ത് കാണുന്നത്.
അത് മഹാ ഉപദ്രവകാരി. അതുകൊണ്ട് പുകയല്ല പുറത്തു വരേണ്ടത്. കുറച്ച് കഴിയുമ്പോൾ ആലോചിക്കും, അയ്യോ ചെയ്യാമായിരുന്നു. ഇത് സക്സസ്ഫുൾ അല്ലെങ്കിൽ ഞാൻ മട്ടന്നൂർ വരികയില്ല, ചിലപ്പോൾ ഫ്ലൈറ്റ് തന്നെ ആ ഭാഗത്ത് വരില്ല. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് വിജിലോട്, ഇത് സക്സസ്ഫുൾ അല്ലെങ്കിൽ വിജില ഞാൻ ബാൻ ചെയ്യും, എൻ്റെ നമ്പറെ ഞാൻ ബ്ലോക്ക് ചെയ്യും, മട്ടന്നൂർ എല്ലാവരെയും ബ്ലോക്ക് ചെയ്യും. അപ്പൊ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡു ഹാർഡ് വർക്ക്. ഹാർഡല്ല, സ്മാർട്ട് വർക്ക്. ഇപ്പൊ വിജിൽ ചെയ്യുന്ന ഹാർഡ് വർക്കാണ്, ഹാർഡ് വർക്ക് അല്ല ചെയ്യും. എല്ലാം മനക്കിടുന്നുണ്ട് കുറെ കാര്യങ്ങൾ, ഒന്നും കാര്യമില്ല. ഷുഡ് എൻജോയ്. നമ്മളിതെല്ലാം ഞാൻ ചെയ്യുന്ന എൻജോയ്മെന്റിനാണ്. സോ യു ഷുഡ് നിമിഷം ജ്വലിതം ശ്രേയം. ഓരോ നിമിഷവും ജ്വലിച്ച് ജീവിക്കണം, പുകഞ്ഞ് ജീവിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഗുഡ് ഇനഫ്. അപ്പൊ പറ്റുന്ന കുറച്ച് പേരെ വിളിക്കുക. ഈ കുറേ ഞാൻ അയച്ചിട്ടുണ്ട്, അതേപോലെ നിങ്ങൾക്കും ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചൊരു 10 എണ്ണം കണ്ടുപിടിക്കുക. യൂട്യൂബിൽ ഇഷ്ടംപോലെ ഉണ്ട് ആർട്ട് ക്രാഫ്റ്റ് പരിപാടികൾ. ചെറിയ ചെറിയ ഒരു പൈസ ചിലവുള്ള ഒരു സാധനം മേടിക്കരുത്. വിജിൽ അതിനിടയിൽ എന്നോട് ചോദിച്ചു, ഇന്ന സംഭവങ്ങൾ അവിടെ നിന്ന് മേടിച്ചിട്ട് ഇവിടുന്ന്. ഇതൊന്നും മേടിക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം. നിങ്ങൾ ഇന്ത്യൻ ഭൂപടത്തിന്റെ ഒരു പടം മേടിക്കുക, അത് അതുപോലെ ഫെവിക്കോൾ വെച്ചിട്ട് ഒരു ക്യാൻവാസിൽ ഒട്ടിക്കുക. എന്ന് വെച്ചാൽ ഒരു റബ്ബറിൻ്റെയോ അല്ലെങ്കിൽ കുറച്ച് തെർമോക്കോളിൽ ഒട്ടിക്കുക. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പസിലാക്കാൻ പറ്റി. ഇങ്ങനെ എന്തൊക്കെ ചെയ്യാം നമുക്ക്. വെറുതെ ഒരു ഷീറ്റില്ലേ, നമ്മൾ ചുമരിലൊക്കെ ഒട്ടിക്കുന്ന ഷീറ്റ് അല്ലെങ്കിൽ ഹാർഡ് ബോർഡ് ഷീറ്റിൽ ഒട്ടിക്കുക, കൃത്യമായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കേരളം ഇവിടെ വെക്കണം, ആന്ധ്ര ഇവിടെ വെക്കണം, കർണാടക ഇവിടെ വെക്കണം വെച്ചാൽ പസിലായി. സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കാൻ ഇതിനേക്കാളും വലിയ പസിൽ വേണം. ഒരു ഹ്യൂമൻ ബോഡിയുടെ നിങ്ങൾ LKG UKG ഉപയോഗിക്കുന്ന ചാർട്ടുകൾ അങ്ങനെ തന്നെ എടുക്കുക, അതെല്ലാം ഹാർഡ് ബോർഡിൽ ഒട്ടിക്കുക. ഇതൊക്കെ ഉണ്ടാക്കി ചെയ്യണം നിങ്ങൾ. ഞാൻ വെറുതെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാനല്ല. ഹാർഡ് ബോർഡിൽ ഒട്ടിക്കുക, നല്ലപോലെ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് അത് കൃത്യമായിട്ട് മുറിക്കുക. ആ മുറിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഒരാളുടെ പടം ഉണ്ടാവും, അതിനകത്ത് കിഡ്നി ലിവർ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ സംഭവങ്ങളൊക്കെ അതുപോലെ മുറിച്ച് മാറ്റി പീസ് ആക്കിയിട്ട് ഒരു കുട്ടിയോട് അത് നേരെ എടുത്തു വെക്കാൻ പറഞ്ഞ് നിങ്ങളുടെ 3ാം ക്ലാസ്സിലെ കുട്ടിക്ക്, 2ാം ക്ലാസ്സിലെ കുട്ടിക്ക്, 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ഇട്ടു നോക്കൂ, ലോകം കാണും. അങ്ങനെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവമാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ജനഗണമന, നിങ്ങൾ വെറുതെ ജനഗണമന കിഡ്സ് എന്നുണ്ടെന്ന് അടിച്ചു നോക്കും, ഇഷ്ടംപോലെ ഉണ്ട്. 1ാം ക്ലാസ്സിലെ 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കംപ്ലീറ്റ്, എൻ്റെ തന്നെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. ഇന്നലെ ഞാൻ ഏതോ സ്കൂൾ പോയ സമയത്ത് അവർക്ക് അയച്ചു കൊടുത്തു. ഞാൻ എല്ലാ പ്രൈം മിനിസ്റ്ററുടെ പേരും നഴ്സറി റൈമിൽ ഒരു പാട്ടിന്റെ രൂപത്തിലുണ്ട്. നിങ്ങളുടെ 3ാം ക്ലാസ്സിലെ കുട്ടിയോ 1ാം ക്ലാസ്സിലെ കുട്ടിയോ നഴ്സറി റൈംസോടുകൂടി എല്ലാ പ്രൈം മിനിസ്റ്ററുടെ പേരും പഠിച്ചാലോ. നിങ്ങൾ ആ ക്യാമ്പിൽ വരുന്ന സമയത്ത് ഇത് വെറുതെ കളിക്കാനല്ല വരേണ്ടത്. അത് 31-ാം തീയതി വരുമ്പോൾ ഇത് ആരെങ്കിലും ഒരാൾ പാടി, ആ ഗ്രൂപ്പ് പാടി കേൾക്കുമ്പോഴാണ് നിങ്ങൾ പണി ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവും. അതൊന്നും ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെന്താ കാര്യം? അതാണ് ഫുഡ്, അല്ലാണ്ട് ബിരിയാണി അല്ല ഫുഡ്. ഞാൻ വെജാണോ നോൺ വെജാണോ എന്നുള്ളതൊക്കെ ഇമ്മെറ്റീരിയൽ ആണ് അവിടെ. ഞാൻ മസാല കഴിക്കോ, മോര് കഴിക്കോ, എഗ്ഗ് കഴിക്കോ, ഇതെല്ലാം എവിടെ പോയാലും കിട്ടും. നിങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്യാൻ പറ്റും, അതെങ്ങനെ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. അത് കൃത്യമായിട്ട് ചെയ്യാം. അത് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് കാശ് കൊടുത്തിട്ട് കുറെ കാശ് ചെലവാക്കാനുള്ള മാർഗങ്ങളല്ല ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞു തരുന്നതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. സോ യു ഹാവ് ടു ബി ക്രിയേറ്റീവ്. ഓക്കെ, ഹൈലി ക്രിയേറ്റീവ് ആവും. സ്റ്റാർട്ട് ഫ്രം നൗ. ഓരോ സാധനവും വേസ്റ്റ് സാധനവും വെച്ച് ചെയ്യാൻ പറ്റുന്ന 100 കൂട്ടം സയൻസും മാത്സും ഫിസിക്സും ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഇതൊക്കെ നെറ്റിലുണ്ട്, ഇന്റർനെറ്റിൽ ഇല്ലാത്തൊരു സംഭവം ഞാനും കാണുന്നില്ല. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഐഡിയ വെച്ച് നോക്കുമ്പോൾ ഇതവിടെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനുണ്ടാകണം? നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യേണ്ട ആൾക്കാരാണ്, ഞാൻ ചെയ്യേണ്ട ആളല്ല. സോ യു ഷുഡ് ഡു ഇറ്റ്. ഇതൊക്കെ വീഡിയോ എടുക്കുക, അതും അവിടെ ഡിസ്പ്ലേയിൽ വരണം. നിങ്ങളുടെ കുട്ടികൾ ചെയ്യുന്നതും പാടുന്നതും ഒക്കെ ഉണ്ടായിക്കാണ്. സോഷ്യൽ മീഡിയ ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയ സൂറി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്കൂളിൽ പോയിട്ട് ഞാൻ എൻ്റെ ടെമ്പിൾ പിന്നെ റെയിൻ ഉണ്ടാക്കിയ സംഭവം കാണിച്ചു കൊടുത്തു. ഇപ്രാവശ്യത്തെ സമ്മർ ക്യാമ്പിൽ അത് ഓൾറെഡി അവർ ചെയ്തു കഴിഞ്ഞു.
എന്ത് രസകരമായിട്ടാണ് സമ്മർ ക്യാമ്പിൽ കംപ്ലീറ്റ് എല്ലാവരും മഴ കൊണ്ടിട്ട്, എന്ത് രസമാണ്. ഇങ്ങനെയൊക്കെയല്ലേ മാറ്റേണ്ടത്. ഓക്കെ, ഇപ്പൊ ഡു ഇറ്റ് വിത്ത് ഫുൾ. ഇനിയുണ്ട്, യു ഹാവ് അനദർ 8 more days, 7 more days, ഒരാഴ്ച ഉണ്ട് കൃത്യമായിട്ട്. അപ്പൊ രമ്യൊക്കെ സടകുടഞ്ഞ് എഴുന്നേക്കാം, കുറച്ച് എരിവുള്ള ഭക്ഷണം കഴിക്കുക, അപ്പൊ എരിഞ്ഞോളും. സാത്വിക വേണ്ടി വരില്ല, രാജസികമാണ്. ഓക്കെ, ഷിനുവിന്റെ അടുത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഡോക്യുമെന്ററീസ് ഓൺ തെയ്യം. ബൈ 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 എൻകുട്ടി. Thank you. Thank you, Dr. Cricket. Thank you.